സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മിസ്റ്റർ അമ്പലക്കടവ്, ഇതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷെയർ മുക്കിയ വെള്ളം പച്ചയായി സനദ് വിശദീകരിക്കാതെ, ബഹാവുദ്ദീൻ കുരിയാട് ഉസ്താദേ റിജാലം ബിരിജാൽ സനദ് പറയാതെ, അമ്പലക്കടവ് മുസ്ലിയാരെ ഷെയർ മുബാറക്കിന്റെ വെള്ളം ഇതാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള റഹ്മത്തുള്ള കാസിമി പച്ചയായി തൊള്ളയിൽ കൊള്ളാത്ത വിലക്ക് വിറ്റിരിക്കുന്നു. റഹ്മത്തുള്ള കാസിമിയെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? കാന്തപുരം ഉസ്താദിനെ കല്ലെറിഞ്ഞിട്ട് കാര്യമല്ല. കൂട്ടരെ മലർന്നു കിടന്നു മേപ്പോട്ട് തുപ്പരുത്. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسول والله يشهد إن المنافقين لكاذبون. صدق الله مولانا العلي العظيم. وقال حبيبنا وسيدنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാന്യരായ പണ്ഡിതന്മാരും ആദരവുകളുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ദർശനങ്ങൾക്ക് വേണ്ടിയും അതിനെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന പ്രചാരണ കോലാഹലങ്ങളോട് പ്രതികരിച്ചുകൊണ്ടും സന്ദർഭോചിതമായും വളരെ പെട്ടെന്നും സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അവന്റെ ഹബീബിനെ ഇഷ്ക് വെച്ചുകൊണ്ടും ആഖിബത്ത് നന്നായി മരിക്കാൻ അള്ളാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്.
വർത്തമാനകാല മുസ്ലിം കൈരളി എന്നു മാത്രമല്ല, മലയാളികൾ മുഴുവനും ഇന്ന് അനാവശ്യമായ ഒരു തർക്കം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ കലഹം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസ കാര്യങ്ങൾ, ആ വിശ്വാസ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തിന് ഇനിയൊരു ഗവേഷണത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കേരളീയരായ വിശ്വാസികൾ, കേരളീയരായ മുസ്ലിം ജനസാമാന്യത്തിന്റെ മുമ്പിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം എങ്ങനെയാണ്, എങ്ങനെയല്ല എന്ന തർക്കം അനവസരത്തിലുള്ളതും വളരെ അനാവശ്യമായിട്ടുള്ളതുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും മുസ്ലിം സമുദായത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചർച്ചകൾ പുറത്തേക്കൊഴുകുമ്പോൾ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് ഉയർന്നുവരുന്ന സംശയം, മാപ്പിളമാർ അവരുടെ പ്രവാചകനിലുള്ള വിശ്വാസം ഇനിയും തീരുമാനിച്ചിട്ടില്ലേ എന്നത് ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ രൂപത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാമിക സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടു തന്നെ അറിഞ്ഞോ അറിയാതെയോ ഇകഴ്ത്തുവാനും നിന്ദിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മങ്ങളെക്കുറിച്ചും അവിടുത്തെ രംഗപ്രവേശനത്തെക്കുറിച്ചും പൗരാണികമായ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ പൗരോഹിത്യ ജനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് ജനിക്കുന്നത് മുതൽക്കു തന്നെ ആ മഹത്തായ വ്യക്തി വിശേഷണത്തെയും അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തെ തന്നെയും സംഹരിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി എന്നത് ചരിത്രത്തിലുണ്ട്. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തെ തന്നെയും മറുഭാഗത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ വ്യക്തിവിശേഷണത്തെയും സർവോപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശത്തെയും സംഹരിക്കാനുള്ള ശ്രമങ്ങളുമായി ചരിത്രത്തിന്റെ ഇന്നലകളിൽ കടന്നു വന്ന ശത്രു സമൂഹത്തിന്റെ മുമ്പിൽ അല്ലാഹു തആല കൃത്യമായി പറഞ്ഞ ഒരു പരമാർത്ഥമുണ്ട്. വല്ലാഹു യഅസിമുക മിനന്നാസ്. അല്ലാഹുവിന്റെ ഹബീബേ, സകലമാന ശത്രുക്കളുടെയും ദ്രംഷ്ടങ്ങളിൽ നിന്ന് അങ്ങയെ അല്ലാഹു തആല പരിരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന പടച്ച തമ്പുരാന്റെ പ്രഖ്യാപനങ്ങൾ അനർത്ഥമാക്കുന്നതായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് എന്ന പോലെ ആ ഹബീബ് ലോകത്തിന് ഇന്ന് വിട പറഞ്ഞതിനു ശേഷവും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെയോ അവിടുത്തെ ജീവിതത്തിനു ശേഷമുള്ള അവിടുത്തെ ജീവിത മാതൃകകളെയോ സംബന്ധിച്ച് സർവോപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചരിത്ര പുരുഷനെ സംബന്ധിച്ച് അവിടുത്തെ എന്തെങ്കിലും ഒന്നിനെ ആധികാരികമായി ചെറുതാക്കി കാണിക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇരുട്ടിനെ മറപിടിച്ചുകൊണ്ട് ഇരുട്ടിന്റെ കൂട്ടാളികൾ ആ വ്യക്തി വിശേഷണത്തിനെതിരെയും വിശുദ്ധിക്കെതിരെയും കല്ലെറിഞ്ഞു എന്ന പരമാർത്ഥം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ കല്ലെറിഞ്ഞ മുഴുവൻ ഈനാമ്പേച്ചികളെയും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ കുഴിച്ചുമൂടിയ ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ അതേ ലോകത്ത് സംഭവിച്ചിട്ടുള്ളൂ. കാരണം മുസ്ലിം സമുദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് ലോകത്തെ അനേകം തത്വസംഹിതകളുടെയും ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും ആദരണീയ പുരുഷന്മാർക്ക് അവരുടെ അനുയായികളാൽ നൽകപ്പെട്ടിരുന്ന ആദരവുകളോ ബഹുമാനങ്ങളോ ആയിരുന്നില്ല. അതെ, കേവലം ഭൗതികമായ തലത്തിലൊന്നും ചിന്തിച്ചാൽ ഒരു മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചു മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ അപ്പുറത്തേക്ക് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും അവർക്ക് സാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? ഇതര അനുയായികളാൽ അവരുടെ നേതാക്കൾ ആദരിക്കപ്പെടുന്നത് പോലെ അല്ലാതെ അതിന്റെയും അപ്പുറത്ത് അള്ളാഹുവിന്റെ ഹബീബ് ലോക ചരിത്രത്തിൽ അനുയായികളാൽ ആദരിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? വറഫഅനാ ലക ദിക്റക്. പ്രപഞ്ചത്തിന്റെ പതലങ്ങളിൽ കടന്നുപോകുന്ന മുഴുവൻ സെക്കൻഡുകളിലും പരാമർശ വിധേയമാക്കപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന, ഓർക്കപ്പെടുന്ന,
അനുസ്മരിക്കപ്പെടുന്ന അദ്വിതീയ വ്യക്തിത്വമായി, അത്യുജ്വല വ്യക്തിപ്രഭാവമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോക ചരിത്രത്തിൽ ആ നിലക്ക് അല്ലാഹു തആല രൂപപ്പെടുത്തുകയാണ്. അവിടെ തനിയായികളെ കൊണ്ട് ആ കർമ്മം അല്ലാഹു തആല നിരന്തരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു മനുഷ്യനെ പോലെ, കേവലം ഒരു നേതാവിനെ പോലെ, കേവലം ഒരു പൊളിറ്റിക്കൽ ലീഡറെ പോലെ അള്ളാഹുവിന്റെ ഹബീബ് ആദരിക്കപ്പെട്ടത് അതുകൊണ്ട് മാത്രമല്ല. സാധാരണക്കാരായ അല്ലെങ്കിൽ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്യത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, സ്ത്രീ വിമോചനത്തിന് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്, സുഹൃതങ്ങൾക്ക് വേണ്ടി, സാംസ്കാരിക തനിമകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേവലം അങ്ങനെയുള്ള ചില നയനിലപാടുകൾ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തു നടപ്പിലാക്കി എന്നതു മാത്രമല്ല, അതിന്റെ പുറത്ത് അള്ളാഹുവിന്റെ ഹബീബിന് ചരിത്രപരമായും വിശ്വാസപരമായും പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിന്റെ തലമേതാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാലിഖായ റബ്ബിനെ, റാസിഖായ റബ്ബിനെ, യജമാനനായ തമ്പുരാനെ അടിമകളാകുന്ന ജനവിഭാഗത്തിലേക്ക് പരിചയപ്പെടുത്തി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിതലങ്ങളിൽ നിന്നു തന്നെ സെലക്ട് ചെയ്തെടുത്ത മഹാപുരുഷനാകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ. അല്ലാഹുവിന്റെ ഹബീബിനെ ജനങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തു. എന്തിനു വേണ്ടി? അള്ളാഹുവിൽ നിന്നു മാത്രമായി ലഭിക്കുന്ന പരിശുദ്ധമായ വചനങ്ങളെ വിശദീകരിച്ചു കൊടുക്കുവാനും അള്ളാഹുവിൽ നിന്ന് അത് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് കൈമാറുവാനുമുള്ള മധ്യവർത്തിയായി ഒരുപോലെ അടിമകളോടും ഒരുപോലെ ഉടമയോടും നിരന്തരമായി ബന്ധപ്പെടുവാനും സംവദിക്കുവാനും ഇടപെടാനും കഴിയുന്ന അതുല്യമായ വ്യക്തിപ്രഭാവമായി മനുഷ്യ സമൂഹത്തിൽ നിന്ന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിനുവേണ്ടിയാണ് അല്ലാഹു തആല തെരഞ്ഞെടുത്തത്. അല്ലാഹുവിന്റെ ഹബീബുമായി അടിമകളാകുന്ന നമുക്കുള്ള ബന്ധം അല്ലാഹുവിന്റെ ഹബീബിന്റെ സാമൂഹിക നന്മക്കുള്ള സന്ദേശങ്ങൾ വിതരണം ചെയ്തു എന്നതിനപ്പുറം നമ്മെ അല്ലാഹുവിലേക്ക് അടുപ്പിച്ച മധ്യവർത്തിയാണത്. അല്ലാഹു നമ്മിലേക്ക് ബന്ധപ്പെട്ട മധ്യവർത്തിയാണത്. എന്തുകൊണ്ട് അല്ലാഹു ഒരു മധ്യവർത്തിയെ വെച്ചു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ കാണാത്ത, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് പാകപ്പെടുത്താൻ കഴിയാത്ത, ഭൗതികമായ ലോകത്ത് വെച്ച് നമ്മുടെ നേത്രങ്ങളെ കൊണ്ടോ ശ്രവണപുടങ്ങളെ കൊണ്ടോ നേരിട്ടറിയാനും ബന്ധപ്പെടാനും കഴിയാത്ത അരൂപിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അചഞ്ചലമായി വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. ആ അള്ളാഹുവിനെ നീ എങ്ങനെയാണ് അടുത്തെറിഞ്ഞത്? ആരിലൂടെയാണ് നീ അള്ളാഹുവിനെ കണ്ടെത്തിയത്? ആ റബ്ബിലേക്ക് നിന്നെ അടുപ്പിച്ചതാരാണ്? ആ റബ്ബിനെ നീ കണ്ടെത്തിയ വഴിയേതാണ് എന്ന അന്വേഷണത്തോടുള്ള മറുപടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന തൗഹീദിന്റെ രണ്ടാം കലിമ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിനെ ഞാൻ ഏറ്റെടുത്തത്, അതെന്നിലേക്ക് നൽകപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പ്രവാചകനിലൂടെയാണ്. ഖുൽ നബിയെ അങ്ങ് പറയണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളൊക്കെ മനുഷ്യരായതുപോലെ ഞാനും ഒരു മനുഷ്യനാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, അതെ നിങ്ങളിൽ നിന്നാണ് എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനർത്ഥം ഞാൻ നിങ്ങളെപ്പോലെയാണ് എന്നതല്ല. യൂഹാ ഇലയ്യ, നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത, നിങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത, നിങ്ങൾക്ക് സംവദിക്കാൻ കഴിയാത്ത ഒരു വലിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനും ഒരു വലിയ ഇടപെടലുകൾ നടത്താനുമുള്ള അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് അല്ലാഹു തആല എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന ഖുർആനിന്റെ വചനപ്പൊരുൾ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം എങ്ങനെ എന്നത് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ പ്രവാചകൻ, ആ നേതാവ്, ആ റസൂല് ഒരു കേവല മനുഷ്യനല്ല, മറിച്ച് മനുഷ്യനാണ്. ആ മനുഷ്യരിൽ നിന്ന് അമാനുഷനായി അനിതര സാധാരണ വ്യക്തിത്വമായി അല്ലാഹു തആല തെരഞ്ഞെടുത്ത നേതാവാണ്. ഇത് വിശ്വസിച്ചവരായിരുന്നു മുസ്ലിങ്ങൾ. ആ വിശ്വാസത്തെ പാകപ്പെടുത്തി പരുവപ്പെടുത്തി ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിതമാക്കിയത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഈമാനിലേക്ക് അവിശ്വാസങ്ങൾ കൂടിക്കലരാതിരിക്കാൻ,
ഈമാനും നിഫാഖും തമ്മിൽ വേർതിരിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള രൂപരേഖകൾ നിങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് കൈമാറിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസത്തിന്റെ വെളിച്ചം സ്വീകരിക്കേണ്ടത് ആ സ്വഹാബത്ത് കടന്നുപോയ വഴിയിടങ്ങളിൽ നിന്നാണ് എന്ന്, ആ വഴിയിടങ്ങളിലൂടെ അവർ തെളിച്ചുപോയ പ്രകാശത്തിന്റെ കിരണങ്ങൾ ആവാഹിച്ചെടുത്തുകൊണ്ട് വിശ്വാസത്തിന്റെ സമ്പൂർത്തീകരണം നിങ്ങൾ സാർത്ഥകമാക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അത് സ്വീകരിക്കാൻ സത്യവിശ്വാസികൾക്കേ സാധിക്കുകയുള്ളൂ. വായ കൊണ്ട് കലിമ പറയുകയും പ്രകടനപരതയിൽ ഈമാനിനെ പ്രകടിപ്പിക്കുകയും ആന്തരിക തലങ്ങളിൽ ആ ഈമാനിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന, ഈമാനിന്റെയും കുഫറിന്റെയും ഇടക്ക് ഖുർആൻ പരിചയപ്പെടുത്തിയ കാപട്യത്തിന്റെ കക്ഷികൾക്ക് ഒരു കാലത്തും അത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഈമാനിനെ വായ കൊണ്ട് ഉച്ചരിക്കുകയും ആന്തരിക തലങ്ങളിൽ ഈമാനിനെ കൈയൊഴിക്കുകയും ചെയ്യുന്ന കപടന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതോടൊപ്പം ആ കപടന്മാരിൽ നിന്ന് സ്വഹാബത്ത് അവരുടെ വിശ്വാസങ്ങളെ പരിരക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ കവലകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ അകത്തളങ്ങളിലേക്ക് കടന്നുപോയാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ സ്വഹാബികളും കപടവിശ്വാസികളും തമ്മിലുള്ള തർക്കം എന്തായിരുന്നു? ആ തർക്കമാണ് കേരളത്തിലെ സുന്നികളും അസുന്നികളും അവർക്കിടയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. സ്വഹാബികളുടെ ഭാഗത്ത് കെട്ടിച്ചേർന്നുകൊണ്ട് അവർ ലോകത്ത് പ്രകാശിതമാക്കിയ വിശ്വാസത്തിന്റെ കിരണങ്ങളെ ലോകത്ത് പ്രജ്വലിപ്പിക്കുക എന്നതാണ് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി വിശ്വാസികൾ സ്വീകരിച്ച സമീപനം. എന്നാൽ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ സുന്നികളുടെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഏതൊക്കെ കക്ഷികളുണ്ടോ അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഹബീബിന്റെ കാലത്തെ കപടവിശ്വാസികളുടെ ശൈലിയാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അവിടുത്തെ തിരുകേശം വടിച്ചെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യരായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് അത് കൈമാറിയിട്ട് യഖ്സിമുഹു ബൈനന്നാസ്, സ്വഹാബികൾക്കിടയിൽ അത് വിതരണം ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ്. സ്വഹാബിയുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ എന്തിനാണ് ഈ കേശം എന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ പരിശുദ്ധമായ ആസാറിനെ ആദരവോടുകൂടെ സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു മനുഷ്യനല്ല എന്നതിലേക്ക് വെളിച്ചം വീശുന്ന അനേകം ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണിത്. നമ്മുടെ ഈ പ്രദേശത്തെ ഒരു സാധാരണ മുഹമ്മദ് തന്റെ മുടിയെല്ലാം വടിച്ചൊരു കീശയിലാക്കി റോട്ടിലിറങ്ങി നാട്ടുകാർക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചാൽ വൈകുന്നേരമാകുമ്പോഴേക്ക് അദ്ദേഹം മറ്റൊരു ചികിത്സാ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിവിശുദ്ധി, അവിടുത്തെ എല്ലാ തലത്തിലുമുള്ള പ്രത്യേകത വളരെ തെളിഞ്ഞു നിൽക്കുന്ന ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണിത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തു തന്നെയുള്ള മുനാഫിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ശാരീരികമായ പ്രത്യേകതകളെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നത് അനേകം ചരിത്രങ്ങളിലുണ്ട്. കേരളത്തിലെ ഇന്ന് നടക്കുന്ന തർക്കങ്ങളിൽ ഒന്നാമതായി ആവേശത്തോടുകൂടെ കട്ടിചേരുന്ന ഒരു വിഭാഗമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വഹാബികൾ. ആ വഹാബികൾ ഈ വിഷിൽ കട്ടിചേരുന്നത് ആരുടെ കൂടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വിശുദ്ധിയെയും അവിടുത്തെ ശാരീരിക പ്രത്യേകതയെയും വളരെ കൂടുതൽ ലോകത്തുയർത്തി കാണിച്ച സ്വഹാബത്തിന്റെ കൂടെയല്ല. ഞാൻ ചോദിക്കട്ടെ, അന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കിട്ടിയ തിരുകേശം ഇന്നത്തെ കേരളീയ വഹാബികളിൽപ്പെട്ട ഒരാളുടെ കയ്യിലേക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ നിലപാട്? വളരെ ഉരുത്തിരിഞ്ഞു വരുന്നു ഈ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഇടപെടലുകൾ. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന്റെ കവലകളിൽ അഹ്ലുസുന്നയുടെ ആദർശ വിശുദ്ധിയെ പരിരക്ഷിക്കുവാൻ പടനയിച്ച ശൈഖുന കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രവർത്തന വഴികളിലൂടെ ഇന്ന് കപടന്മാരെ കേരളത്തിന്റെ കവലയിൽ സ്വയം ഉരിഞ്ഞു കാണിക്കാൻ കഴിയുന്നു എന്നത് മറ്റൊരു പരമാർത്ഥമാണ്. എല്ലാ മുക്കൂട്ടുമുന്നികളും ഒന്നായി അവരുടെ വിശ്വാസ രംഗത്തെ വൈകല്യങ്ങളെ ഒന്നിച്ചുറക്ക പറയുന്ന ഒരു സമയമാണ്. നീർക്കോലി മുതൽ രാജവമ്പാല വരെയുള്ള മുഴുവൻ കക്ഷികളും ഒരുപോലെ ഒന്നിച്ചണിനിരുന്നുകൊണ്ട്
അവർ സമരം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവാസാറുകൾക്കെതിരെയുള്ള സമരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുകേശം സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്തു. അവിടുത്തെ ജുബ്ബ, അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ ഉണ്ടായിരുന്ന ജുബ്ബ തന്റെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ പിന്നീട് സൂക്ഷിച്ചു വെച്ച് ആ ജുബ്ബയിട്ട മുക്കിയ വെള്ളം കൊടുത്തുകൊണ്ട് തന്റെ പരിസരവാസികളുടെ രോഗത്തിന് ശമനം കണ്ടെത്തിയിരുന്നു എന്നതൊക്കെ ഏത് കണ്ണുപൊട്ടനും തപ്പിയാൽ കിട്ടുന്ന ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ കഴിയാതിരിക്കുകയും തെളിവുകളിൽ സ്പഷ്ടമായി ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഇത്തരം ഹദീസുകളെ ദുർവ്യാഖ്യാനത്തിലൂടെ കൊണ്ടുപോകാനാണ് കേരളീയ വഹാബികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയൊക്കെ ചിലർ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് സൂക്ഷിച്ചു വെച്ചത് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. പിന്നെന്തിനാണ് സൂക്ഷിച്ചു വെച്ചത്? ബുദ്ധി കൊണ്ടതിന് ദുർവ്യാഖ്യാനം ചുമക്കുകയാണ്. ഹദീസ് തള്ളാൻ കഴിയുന്നില്ല, ഹദീസിന്റെ ആശയങ്ങൾ സ്വീകരിക്കാനും കഴിയുന്നില്ല. അവിടെ കേരളീയ വഹാബികൾ കണ്ടെത്തിയത് വാചക കസർത്ത് കൊണ്ട് ഓട്ടയടക്കുക എന്നാണ്. അങ്ങനെ ഇസ്മും മുസമ്മയും ഒത്ത ബാലുശ്ശേരി മൗലവി അയാൾ പറയുകയാണ്, അങ്ങനെ എടുത്തു വെച്ചത് എന്തിനാണ്? അത് നമ്മളൊക്കെ ബാപ്പാര് മരിക്കുമ്പോ ബാപ്പാരോടുള്ള ഓർമ്മക്ക് വേണ്ടി ബാപ്പമാരുടെ പലതും എടുത്തു വെക്കാറുണ്ടല്ലോ, ഇതുപോലെ എടുത്തു വെച്ചതാണ് എന്ന വ്യാഖ്യാനമാണ് മൗലവിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത്. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കൂ. സ്നേഹമുള്ള മക്കള് അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെയും കൊഞ്ഞിടും. അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിന് പുണ്യണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല, സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം. ബാപ്പാന്റെ ഒരു പേന, ബാപ്പ ഉപയോഗിച്ച ഡയറി, അല്ലെങ്കിൽ ബാപ്പ ഉപയോഗിച്ച മറ്റെന്തെങ്കിലും ഒരു ചെറിയ പെൻസില്, ഈ വക കാര്യങ്ങളൊക്കെ സ്നേഹമുള്ളവര്. റസൂലുള്ളാഹിന്റെ മുടി സഹാബത്ത് ചിലർ അങ്ങനെ സൂക്ഷിച്ചു. സത്യമാണ്, അവർ സൂക്ഷിച്ചു. എന്തിനാണ് സൂക്ഷിച്ചത്? വഫാത്തായി പോകുന്ന അള്ളാന്റെ ഹബീബിനെ ഓർക്കാൻ വേണ്ടിയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, ഇതിലൊരു 900 വിഡ്ഢിത്തണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം ഹബീബിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് വഫാത്തിന്റെ ശേഷം എടുത്ത് സൂക്ഷിച്ചു വെച്ച സംഗതിയല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസംഗം കേട്ട് എണീറ്റു പോകുന്ന വഹാബികൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? മൗലവി, നിങ്ങളെ കുറെ വല്യപ്പാര് മരിച്ചു പോയിട്ടുണ്ടല്ലോ, തറവാട്ടിലെ ഏതെങ്കിലും ഒരു പഴകിയ പെട്ടിയിൽ ഏതെങ്കിലും ഒരു വല്യാപ്പാന്റെ മുടി ഏതെങ്കിലും ഒരു പേരക്കുട്ടി ഓർക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ബുദ്ധി വഹാബിയായ കിട്ടൂല. പോകട്ടെ, കേരളത്തിൽ ഒരുപാട് വഹാബി മൗലവിമാർ മരിച്ചുപോയി. ഏതെങ്കിലും ഒരു മൗലവിയുടെ, മരണപ്പെട്ട മൗലവിയുടെ താടിയോ മുടിയോ ഏതെങ്കിലും ഒരു വഹാബി കേന്ദ്രത്തിലോ ഏതെങ്കിലും ഒരു വഹാബി മൗലവിയുടെ പേരക്കിടാവോ ഓർക്കാൻ വേണ്ടി എടുത്തു വെച്ചതായി ഇല്ല. പോകട്ടെ, ചരിത്രത്തിന്റെ താളുകളിൽ കടന്നുപോയ വിപ്ലവകാരികളുണ്ട്, നേതാക്കളും ജേതാക്കളുമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ വളരെ കൃത്യമായ സനദോടുകൂടെ പരമ്പരയോടുകൂടെ ലോകത്ത് പരിരക്ഷിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ ഹബീബിന്റേത് സൂക്ഷിക്കപ്പെട്ടതുപോലെ ലോകത്തൊരു ചരിത്ര പുരുഷന്റേതും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ഈമാനുള്ളവർക്ക് അഭിമാനം പകരുന്ന വസ്തുതയാണ്. അതൊരിക്കലും ഒരു സത്യവിശ്വാസി അപമാനത്തോടുകൂടെ കാണേണ്ടതല്ല. വേറെ ഒരു മൗലവി പറഞ്ഞത്, സംഗതി അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഒരു തൊടിയിൽ പ്രസംഗിക്കാൻ വന്നപ്പോ മൗലവി പറഞ്ഞതാണ്, അതെന്തിനാണ്? അതൊന്നും ബറക്കത്തിനല്ല, പിന്നെന്തിനു വേണ്ടിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു അന്ന്, ആ ശത്രുക്കളെ പേടിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് സ്വഹാബത്ത് അതെടുത്തു വെച്ചത്. വിനീതനായ ഞാൻ മറുപടിക്ക് പോയപ്പോ പറഞ്ഞു, അതിനു വേണ്ടിയാണ് സൂക്ഷിച്ചു വെച്ചത് എങ്കിൽ ശൈഖുനാ കാന്തപുരം ഉസ്താദ് തിരുകേശം സൂക്ഷിക്കുന്നതിന് പ്രസക്തി കൂടുകയാണ്. കാരണം അന്നത്തെ ശത്രുക്കളുടെ പേരക്കുട്ടികൾ വിവിധ രൂപഭാവങ്ങളിൽ കേരളത്തിന്റെ കവലകളിൽ തിമിർത്താടുന്നുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കേണ്ടതു തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ അതേ സൂക്ഷിക്കാൻ കഴിയുന്നത് സത്യവിശ്വാസികൾക്ക് മാത്രമാണ്. അവിശ്വാസികൾക്ക് അത് കഴിയുകയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ ഈ നിലക്ക് ബഹുമാനിക്കാൻ വഹാബികൾക്ക് കഴിയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ ആ വിശ്വാസം സ്വീകരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവിശ്വാസികളാണെങ്കിൽ ഇസ്ലാമിന്റെ അഡ്രസ് പേറുകയും ഹൃദയത്തിൽ ആ വിശ്വാസത്തോട് കൂറ് പുലർത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെന്താണ് ചെയ്യുക? അനുഅ്മിനു കമാ ആമന സുഫആ, വിഡ്ഢികൾ ചെയ്യുന്നത് പോലെ കേവലം ഒരു മനുഷ്യന്റെ ബോഡി വേസ്റ്റുകളെ, ആ ബോഡി വേസ്റ്റുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ മുനാഫിക്കീങ്ങൾ അതിനു നൽകുന്ന മറുപടി. സ്വഹാബത്ത് ഇങ്ങനെയാണ് വിശ്വസിച്ചത് എന്ന് അവരോട് വിളിച്ചു പറയപ്പെട്ടാൽ, സ്വഹാബത്ത് ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് അവരുടെ മുമ്പിൽ വരച്ചു വെക്കപ്പെട്ടാൽ, അങ്ങനെ ആ വിശ്വാസത്തിലേക്ക് അവരെ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിന്റെ കൃത്യവും വ്യക്തവുമായ പരാമർശമാണ് അനുഅ്മിനു കമാ ആമന സുഫഹാ. അതേ കേവലം ഒരു മനുഷ്യന്റെ ബോഡി വേസ്റ്റുകളെ അങ്ങനെയൊന്നും പ്രാധാന്യത്തോടുകൂടെ കാണാൻ എന്റെ ബുദ്ധി സമ്മതിക്കുന്നില്ല എന്നതായിരിക്കും മുനാഫിക്കിന്റെ പ്രതികരണം. ഇവിടെ ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന കപട വിശ്വാസിയുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ട വെള്ളവുമായി കടന്നു ചെന്ന മകനോട്, സഖൈതനി ബൗല ഉമ്മിക, ആ നേതാവിന്റെ ശരീരം തൊട്ട വെള്ളം എനിക്ക് തരുന്നതിനേക്കാളും നിനക്ക് നല്ലത് നിന്റെ ഉമ്മാന്റെ മൂത്രം എന്നെ കുടിപ്പിക്കലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക പ്രത്യേകതകളെ നിരാകരിച്ച് സ്വന്തം ഭാര്യയുടെ ശരീരത്തോട് സാദൃശ്യപ്പെടുത്തിയ ഉബയ്യ് ഇബ്നു സലൂലിന്റെ സ്വരമാണ് മൗലവിമാരുടെ സംസാരത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതുപോലെയുള്ള കക്ഷികൾ നമുക്കറിയാം. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നിറഞ്ഞ രൂപത്തിൽ മനസ്സു നിറച്ചുകൊണ്ട് ഈ ചാരപ്പണിയെടുക്കുന്ന ആളുകളുണ്ട്. ഏതാനും കൂലി എഴുത്തുകാരുണ്ട്. ആ കൂലി എഴുത്തുകാരിൽ പ്രധാനിയായ കുപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് അബ്ദുള്ള എന്ന് പറയുന്ന മൗലവി. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം ദിനപത്രത്തിൽ കുറെ കാലം അദ്ദേഹം ലേഖകനും എഡിറ്ററുമൊക്കെയായി ജീവിച്ചയാളാണ്. അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്തിയ ഒരു മരുന്ന്, അത് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ രക്തം ഒരു സ്പൂൺ കുടിക്കലാണ്. ആ രക്തത്തിന്റെ കറകൾ ദിനേന ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാധ്യമം ദിനപത്രത്തിൽ മലയാളികൾ വായിച്ച് സങ്കടപ്പെട്ടവരുമുണ്ട്, ആസ്വദിച്ചവരുമുണ്ട്. അവസാനം ജമാഅത്തെ ഇസ്ലാമിയിലെ വെള്ളിമാട് കുന്നിലെ പാതിരിമാർക്ക് തോന്നിയത് ഈ രാക്ഷസൻ അവസാനം മൗദൂദിയുടെ രക്തം കുടിക്കുമെന്നാണ്. അങ്ങനെ മാധ്യമം ദിനപത്രത്തിൽ നിന്ന് അട്ടയെ എടുത്തെറിയുന്നത് പോലെ എടുത്തെറിഞ്ഞ് ആലുപോയ ചെകുത്താനെ പോലെ ആസനം വെക്കാൻ ഇടമില്ലാതെ പ്രബുദ്ധ മലയാളുടെ മുമ്പിൽ തെണ്ടി നടന്ന ഓ അബ്ദുള്ള എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ഒരു കൂലിയെഴുത്തുകാരൻ പിന്നെ കിട്ടാവുന്ന പേജ് മുഴുവനും വിസർജിച്ച് വൃത്തികേടാക്കി. അങ്ങനെയാണ് ആശാൻ തേജസ് ദിനപത്രത്തിൽ കയറിക്കൂടുന്നത്. തേജസ് പത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ രാജ്യത്ത് സുന്നിയും മുജാഹിദും തർക്കിക്കുന്നു. എന്താണ് തർക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണോ അസാധാരണക്കാരനാണോ എന്നതാണ് തർക്കം. ആ തർക്കത്തിൽ മുസ്ലിം സമുദായം തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിൽ മനം മടുത്തുകൊണ്ട് തർക്കം തീർക്കാൻ വന്ന കക്ഷികളാണ് തേജസ്സുകാരൻ. ഈ സമുദായത്തിൽ അതിന്റെ ഒന്നും പേരിൽ തർക്കം പാടില്ല. നിഷ്കളങ്കരായ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ കടന്നു വന്ന് കണ്ടോ മുസ്ലിയാക്കന്മാര് തമ്മിൽ തലതല്ലി കീറുകയാണ്. അവരൊക്കെ ഇങ്ങനെ കവലകളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, പുസ്തകങ്ങളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തർക്കം നിർത്തൂ യുവാവേ, നീ കടന്നു വരൂ തെളിഞ്ഞ ഇസ്ലാമിലേക്ക്. തർക്കങ്ങളില്ലാത്ത അതുപോലെ കലഹങ്ങളില്ലാത്ത കക്ഷി ചേരാത്ത ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിഷ്കളങ്കരായ സുന്നികളെ ബിദഈവൽക്കരിക്കുവാനുള്ള ഏജൻസികളായി കടന്നു വന്ന മൗദൂദിയൻ പൗത്രന്മാരുടെ പത്രമാണ് തേജസ് എന്ന് പറയുന്നത്. ആ തേജസ്സിൽ തന്നെയാണ് അവസാനം തളപ്പറ്റാൽ മൊരട്ട് എന്ന് പറഞ്ഞതുപോലെ ഓ അബ്ദുള്ള അവസാനം എത്തിപ്പെട്ടത് തേജസ്സിലാണ്. ആ തേജസ്സിൽ അദ്ദേഹം ലേഖനം എഴുതാനുള്ള കാരണം എന്താണ്? ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ തിരുകേശം എത്തിയതാണ്. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ട് അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായി തലമുണ്ടനം ചെയ്യവേ അദ്ദേഹത്തിന്റെ തലമുടി വിശ്വാസികളിൽ ചിലർ വാരിയെടുത്തതായും അത് മറ്റുള്ളവർക്കിടയിൽ വീതിച്ചു നൽകാൻ പ്രവാചകൻ അരുളിയതായും
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് നേരാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ സ്വഹാബത്ത് സൂക്ഷിച്ചു വെച്ചു എന്നത് കിതാബിലുണ്ട് എന്നല്ല, അത് നേരാണ് എന്ന് അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾ പറയുന്നു അതുപോലെ ധാരാളം കിതാബുകളിലുണ്ട്. പക്ഷേ അതൊക്കെ കിതാബിലുണ്ടെങ്കിലും അനുഉമിനു കമാ ആമന സുഫഹാ, അന്നത്തെ ആളുകൾ അങ്ങനെ ഒരാളുടെ ബോഡി വേസ്റ്റിന് അങ്ങനെയുള്ള പ്രാധാന്യമൊക്കെ നൽകിയെങ്കിൽ ആ ജാതി വിഡ്ഢിത്വമൊന്നും സ്വീകരിക്കാൻ എന്റെ ബുദ്ധിയൊക്കുന്നില്ല. അപ്പോ അബ്ദുള്ള ചെയ്യണ പണി എന്താണ്? അനുഉമിനു കമാ ആമന സുഫഹാ എന്ന ഖുർആനിക ആയത്തിന് മറ്റൊരു ഭാഷയാണ് അബ്ദുള്ള നൽകുന്നത്. അയാൾ പറഞ്ഞു അതൊക്കെ കിതാബിലും രേഖകളിലൊക്കെ കാണുന്നുണ്ട്. അത് കാണുമ്പോ ഞങ്ങൾ ഒന്നട അപ്പുറത്തേക്ക് ചാടിക്കടക്കുകയാണ് ചെയ്യാറുള്ളത്. അബ്ദുള്ളക്ക് ചാടാം, പക്ഷേ ചാടാൻ പറ്റാത്ത പല കക്ഷികളും ചാടാനുള്ള ആക്ഷൻ നടത്തി അഭിനയിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. എന്നിട്ട് ബഹുമാന്യരായ OM തരുവണ സാഹിബ് സിറാജിൽ ഇതിനു മറുപടി എഴുതിയപ്പോ അതിന് പിന്നീട് അദ്ദേഹം വർത്തമാനത്തിൽ ലേഖനം എഴുതി. വർത്തമാനത്തിൽ അദ്ദേഹം മറുപടി ലേഖനം എഴുതിയപ്പോ ആ ലേഖനത്തിന്റെ ഹെഡിങ് കൊടുത്തത് ഇതേതാ മോനെ ദുന്യാവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അള്ളാന്റെ ഹബീബിന്റെ മുടിയൊക്കെ വേണമായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾക്ക് വേണ്ടതുപോലെയൊന്നും ലോകം തിരിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ള കാലം, കമ്പ്യൂട്ടറുകളും നെറ്റുകളും അതുപോലെയുള്ള അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന കാലം. ഇക്കാലത്തും അങ്ങനെ ബഹുമാനം കൊടുക്കുവാനോ ഇതേതാ മോനെ ദുന്യാവ് അനുഉമിനു കമാ ആമന സുഫഹാ, അതൊക്കെ വിഡ്ഢികളുടെ ലോകമായിരുന്നു, ഇത് ബുദ്ധിമാന്മാരുടെ യോഗമാണ് എന്ന് സീറോ അബ്ദുള്ള ആ വർത്തമാനം പത്രത്തിലൂടെ എഴുതുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നിലക്കും ആദരിക്കുന്നവരാണ് സുന്നികൾ. സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ തൽക്കാലം വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹബീബിന്റെ എല്ലാം ബഹുമാനമുള്ളതാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം വരെ ലോകചരിത്രത്തിൽ പ്രാധാന്യമുള്ളവരാണ്. അഹ്ലുൽ ബൈത്ത് എന്നത് വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ഹബീബിലേക്ക് കടന്നു ചെല്ലാനുള്ള മധ്യവർത്തികളാണ്. അലുൻ നബിയ്യി ദരിഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം യുതാഗദൻ ബിയദിൽ യമീനി സ്വഹീഫതി. പാരത്രിക ലോകത്തെ പരീക്ഷണ ഘട്ടത്തിൽ എന്റെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടാൻ എനിക്കത്താണിയായിട്ടുള്ളത് അഹ്ലുൽ ബൈത്താണെന്ന് ലോകത്തോട് പാട്ടുപാടി പഠിപ്പിച്ച മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല. അതാണ് സുന്നത്തു ജമാഅത്തിന്റെ ശൈലിയും സ്വഭാവവും. എന്നാൽ അസുന്നികളായ ആളുകൾ അവിടെയും ബിദഈ കക്ഷികളുടെ കൂടെ നിൽക്കുകയാണ്. ബിദഈ കക്ഷികൾ മുനാഫിക്കീങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. മഹദിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹയെ, പ്രവാചക പത്നിയെ ദുരാരോപണങ്ങളെ കൊണ്ട് മലീമസമാക്കാൻ ശ്രമിച്ച കപടവിശ്വാസികളുടെ ഹൃദയമാണ് ഇന്നത്തെ ബിദഈകൾ ഏറ്റെടുത്തത്. അതിന്റെ മറ്റൊരു ശൈലിയിൽ നേരത്തെ പറഞ്ഞ മൗലവി മറ്റൊരു ഡയലോഗ് കൂടി നടത്തുകയാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ പാണക്കാട് തങ്ങള്, ഖലീൽ തങ്ങള്, ഇങ്ങനെയുള്ള തങ്ങന്മാരൊന്നുമില്ല. ഉള്ളത് പിന്നെന്താണ്? അദ്വാനി തങ്ങളും ഉമാഭാരതി ബീവിയും ഒക്കെയാണെന്നാണ് മൗലവിയുടെ കണ്ടെത്തൽ. നമ്മൾ പറയും അയാള് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, തങ്ങൾ കുടുംബമാണ് എന്ന് പറയും. നമ്മളൊക്കെ തങ്ങന്മാരാണ്, നമ്മളെല്ലാവരും തങ്ങന്മാരാണ്, ആദം നബിയുടെ മക്കളാണ്. അതിനോളം വലിയ പോലീസ് എന്താ? ആദം നബിയുടെ മക്കളാണ് നമുക്കൊക്കെ. അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിനയകത്തിയാറും അശോക സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്, എല്ലാവരും തങ്ങളുടെ മക്കളാണ്. അല്ലാതെ അവിടെ തങ്ങളെ കുടുംബം, ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ, അങ്ങനെയൊന്നുമില്ല. ഉള്ളത് പിന്നെന്താണ്? അദ്വാനി തങ്ങളും ഉമാഭാരതി ബീവിയാണ്. എന്തായി ദലീല്? എല്ലാരെയും വല്യാപ്പ ആദം നബിയാണ്. അതുകൊണ്ട് മൗലവിന്റെ പേരക്കുട്ടിക്ക് കല്യാണാലോചന വന്നാൽ നല്ല കുഫുവത്ത ബീവി ഉമാഭാരതിന്റെ തറവാട്ട് തന്നെ കിട്ടുമെന്നത് മറ്റൊരു സത്യമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, പക്ഷേ ആമുഖമായി ഞാൻ ഇത് ഓർമ്മപ്പെടുത്തിയത്, ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിൽ വഹാബികൾക്ക് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈരുദ്ധ്യങ്ങളും വൃത്തികേടുകളും പരാമർശിച്ചുകൊണ്ടുള്ള ധാരാളം ക്ലിപ്പുകളുള്ള ഒരു CD നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. വഹാബി വിശ്വാസത്തിലെ വൈകല്യങ്ങൾ എന്ന പേരിൽ ഞാൻ അതിലേക്ക് കൂടുതലായി കിടക്കുകയല്ല. ഇന്ന് കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
ഇങ്ങനെയുള്ള കപടവിശ്വാസത്തിന്റെ കാപട്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മാനസങ്ങളെ വൃത്തികേടാക്കാൻ കടന്നുവരുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെ അഹ്ലുസുന്നയുടെ വിശ്വാസികൾ വളരെ യോജിച്ചുകൊണ്ട് അതിനെ തകർത്ത് അള്ളാഹുവിന്റെ ദീനിനെ ദീനായി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട സന്ദർഭമാണ്. പരസ്പരിച്ചുകൊണ്ടും കലാപം കൂട്ടിക്കൊണ്ടും അനൈക്യത്തിന്റെ വഴികളിലൂടെ കടന്നു പോകേണ്ട സന്ദർഭമല്ല ഇതെന്ന് സുന്നത്തു ജമാഅത്തിൽ വിശ്വാസമുള്ള, അതിൽ ആത്മാർത്ഥതയുള്ള, അതിനോട് താല്പര്യമുള്ള അസുന്നികൾ ഇസ്ലാമിക വിരുദ്ധരും ഇസ്ലാമിനെ നശിപ്പിക്കുന്നവരുമാണെന്ന കൃത്യമായ ബോധ്യമുള്ളവർ ആ നിലപാടിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അഭിവന്ദ്യരായ ഗുരുവര്യർ ശൈഖുന കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അവിടുത്തെ അനുയായികൾക്ക് അവിടുന്ന് നൽകുന്ന നിർദ്ദേശം ഇസ്ലാമിന്റെ ശത്രുക്കൾ ബിദഈകളാണ്. ആ ബിദഈ കക്ഷികൾ സാധാരണക്കാരായ ജനവിഭാഗങ്ങളിൽ വസ്വാസ് സൃഷ്ടിക്കുന്നവരാണ്. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾ തമ്മിലുള്ള കലഹം നിർത്തി യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കെ വിഭാഗം സുന്നികൾ അവരുടെ എനർജിയും അവരുടെ സ്രോതസ്സുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ദീനിനുപകാരമുള്ളത് ചെയ്യട്ടെ. കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന അനുയായികൾ അവർ ദീനിനുപകാരമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിലപാട് കാന്തപുരം ഉസ്താദ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ലക്ഷക്കണക്കായ അനുയായികളെ മുന്നിൽ കിട്ടിയാലും കാന്തപുരം ഉസ്താദ് പരിസരം മറക്കാറില്ല. മർക്കസിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ശൈഖുന കാന്തപുരം ഉസ്താദ് സംസാരിക്കുന്നത് സുന്നത്തു ജമാഅത്തിന്റെ യോജിപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും സംസാരങ്ങളുമാണ്. സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഐക്യപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുന്നി ഐക്യം ഇങ്ങനെ പറഞ്ഞു നടന്നാൽ പോരാ, അതിന് മുന്നോട്ട് വരണം സുന്നികൾ. അപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്തിന്? സുന്നി വിരുദ്ധരെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങളും അവർക്ക് കണക്കാണ്, താജുൽ ഉലമ തങ്ങളും അവർക്ക് കണക്കാണ്. അതുകൊണ്ട് അഹ്ലുബൈത്തിനോടുള്ള ബഹുമാനം അത് സംരക്ഷിക്കപ്പെടേണ്ടത് സുന്നികളിലൂടെയാണ്. ആ ബഹുമാനം സുന്നികളിലൂടെ തന്നെ ഗ്രൂപ്പ് വ്യത്യാസത്തിന്റെ പേരിൽ പരസ്പരം നശിപ്പിക്കപ്പെടാൻ പാടില്ല. ഇതുതന്നെയാണ് കാന്തപുരം ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ഇടക്ക് ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചരിത്രത്തിൽ ഒരു പുതുമയുള്ള കാര്യമല്ല. കപടവിശ്വാസികളുടെ ഇടപെടലുകൾ വിശ്വാസികൾക്കിടയിൽ തെറ്റുദ്ധാരണ ഉണ്ടാക്കുകയും വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാവുകയും ചെയ്തത് പണ്ടുമുതലേ ചരിത്രത്തിലുള്ളതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾക്കിടയിൽ, മഹാരഥന്മാരായ സ്വഹാബികൾക്കിടയിൽ കപടവിശ്വാസികൾ കടന്നുകയറി കലഹം തീർത്തത് ചരിത്രത്തിലുണ്ട്. പക്ഷേ ആ ചരിത്രത്തിൽ തെറ്റുദ്ധാരണകൾ തീർന്നുകൊണ്ട് യോജിപ്പിന്റെയും അതുപോലെ സ്നേഹത്തിന്റെയും കാറ്റടിച്ചു വീശാൻ സാഹചര്യങ്ങൾ ഒരുങ്ങിയാൽ അതിനെതിരെ പുറം തിരിഞ്ഞു നിൽക്കുക എന്നത് വിശ്വാസികളുടെ ലക്ഷണമല്ല. പണ്ടുകാലത്ത് രംഗപ്രവേശനം ചെയ്ത ഖവാരിജികളുടെ ഐക്യവിരോധമാണ് ആ കക്ഷികൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം ഉസ്താദിന്റെ എതിരാളികൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന കക്ഷികൾ അവർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പിന്തുടരുന്നവരാണ് എന്നാണ് പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ കേരളത്തിന്റെ കവലകൾ ഇനിയും ഗ്രൂപ്പ് തർക്കങ്ങളെ കൊണ്ട് മലീമസമാക്കരുത് എന്നതായിരുന്നു ശംസുൽ ഉലമയുടെ നിലപാട്. ചന്ദ്രികാ ദിനപത്രം നമുക്കറിയാം, 1996 ചന്ദ്രികാ ദിനപത്രം. ആ ദിനപത്രത്തിൽ അദ്രൈമാങ്കല്ലായി എഴുതിയൊരു ലേഖനമുണ്ട്. ആരാണ് അദ്രൈമാങ്കല്ലായി? കെ വിഭാഗത്തിന്റെ SYS സംസ്ഥാന കൗൺസിലറും അന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ കണ്ണൂർ ജില്ലാ നേതാവുമായിരുന്നു അദ്രൈമാങ്കല്ലായി. ആ അദ്രൈമാങ്കല്ലായി ചന്ദ്രികാ ദിനപത്രത്തിൽ എഴുതിയ ലേഖനമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സമസ്തയിലെ യോജിപ്പ്, ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം എന്നതാണ് അതിന്റെ ഹെഡിങ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ വഫാത്തിന്റെ തൊട്ടു മുമ്പ് കണ്ടപ്പോൾ പോലും ശംസുൽ ഉലമ പറഞ്ഞത് സമസ്തയെ യോജിച്ചു മുന്നോട്ട് പോകണമെന്നാണ്. ഇനിയും സമസ്തയുടെ പേരിൽ പരസ്പരമുള്ള കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാകരുത് എന്നതാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അന്ത്യാഭിലാഷമായി എന്ന് പറഞ്ഞാൽ വഫാത്തിന്റെ സമയത്ത് അവസാനത്തെ ആഗ്രഹമായി ലോകത്തിനു നൽകിയ സന്ദേശം. ആ ലേഖനത്തിൽ അയാൾ പറയുന്നുണ്ട്, ശംസുൽ ഉലമക്ക് നമ്മൾ നിർമ്മിക്കുന്ന സ്മാരകം എന്ന് പറയുന്നത് അത് ശംസുൽ ഉലമ കോംപ്ലക്സ് അല്ല, വരക്കൽ മക്കാമല്ല. അതിന്റെയും അപ്പുറത്ത് സമസ്തയുടെ യോജിച്ചുള്ള മുന്നേറ്റമാണ്, ബിദഅകൾക്കെതിരെയുള്ള പോരാട്ടമാണ്.
അഹ്ലുബൈത്തിനെയും ആസാറുകളെയും ബഹുമാനിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടുമുള്ള പ്രവർത്തനമാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്നുണ്ടാകേണ്ടത്. അതാണ് ശംസുൽ ഉലമയുടെ ആഗ്രഹമെന്ന് ചന്ദ്രികയിലൂടെ അബ്ദുറഹിമാൻ കല്ലായി പറയുകയാണ്. മറ്റൊരു വിഭാഗം ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുന്നവരെ പോലെ കല്ലെറിയുന്നത് പോലെ ബഹുവാന്യരായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇന്നൊരു വിഭാഗം ആളുകൾ കാന്തപുരം ഉസ്താദിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ബിദഈകളുടെ ആരോപണങ്ങൾ അത് മറ്റു തലങ്ങളിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷേ സുന്നികൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം ആളുകൾ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയാണ് ആദ്യമായി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുപ്പാപ്പയും കാന്തപുരം ഉസ്താദും ഏകദേശം 20 കൊല്ലക്കാലം അടുത്തിരിക്കാൻ കഴിയാതെ ചില തെറ്റിദ്ധരിപ്പിക്കലുടെ ഭാഗമായി മുന്നോട്ട് പോയിരുന്നു. കാന്തപുരം ഉസ്താദ് ഏതോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ളയാളാണ്. അവിടെ നിന്ന് നിർമ്മിക്കുന്ന പള്ളികളും അവിടുത്തെ മതസ്ഥാപനങ്ങളുമെല്ലാം ഏതോ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന തെറ്റിദ്ധരിപ്പിക്കലിലൂടെ പാണക്കാട് തങ്ങളെ പോലെയുള്ള മഹാന്മാരും സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ഉമറാക്കളും കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ആ തെറ്റിദ്ധരിച്ചു പോയ പ്രതിപക്ഷത്തുള്ള കാരണവന്മാരെയും സാദാത്തുക്കളെയും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിക്കാതെ കഴിഞ്ഞ 20 കൊല്ലക്കാലം സാമുദായിക നന്മയ്ക്ക് വേണ്ടിയും നവോത്ഥാനത്തിന് വേണ്ടിയും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയ ശൈഖുന കാന്തപുരം ഉസ്താദിനെ പ്രവൃത്തിയിലൂടെ കാര്യം ബോധ്യപ്പെടാൻ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ പോലെയുള്ള ആളുകൾക്ക് സാധിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള അകൽച്ചകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്റെ വഫാത്തിന്റെ തൊട്ടുമുമ്പുള്ള കാലയളവുകളിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും പാണക്കാട് തങ്ങളും ഒന്നിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായി. കാലങ്ങൾക്ക് ശേഷം ഒരുമിക്കുകയാണ്. അതിന്റെ മുമ്പുള്ള സാഹചര്യം എന്താണ്? ഒരു മഹല്ലിൽ സുന്നികളെല്ലാരും കൂടി ഉണ്ടാക്കിയ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിലേക്ക് കാന്തപുരം ഉസ്താദിനെ ചെന്നു ക്ഷണിച്ചാൽ ഉസ്താദ് പറയും, തങ്ങൾ പാപ്പാന്റെ സമയം ചോദിച്ചു നോക്ക്, ഞാൻ ആ സമയത്തിലേക്ക് ഡേറ്റ് തരാം. പക്ഷേ ബഹുമാനരായ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുപ്പാപ്പയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാറായിരുന്നു പതിവ്. പക്ഷേ ഇടപെടലുകളിലൂടെയും സമീപനങ്ങളിലൂടെയും കാര്യങ്ങളെ തിരുത്തിക്കാൻ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ വിശുദ്ധമായ പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിച്ചു. അങ്ങനെയാണ് ഹജ്ജ് ഹൗസിൽ ഒന്നിച്ചിരുന്നു എന്നത് മാത്രമല്ല, ഈ ഒരു യോജിപ്പിന്റെ വെളിച്ചം കണ്ടപ്പോൾ അതിനാക്കം കൂട്ടുന്ന പ്രവണത കാന്തപുരം ഉസ്താദ് ചെയ്യുകയായിരുന്നു. മംഗലാപുരത്ത് 100% കാന്തപുരം ഉസ്താദിന്റെ അണ്ടറിലുള്ള പള്ളി, ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ സമയമെത്തുമ്പോൾ കാന്തപുരം ഉസ്താദ് ആ പള്ളിയുടെ മിഹ്റാബിൽ കയറി നിന്ന് അതുദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏർപ്പാടാക്കുന്നതും അതുദ്ഘാടനം ചെയ്യുന്നതും പാണക്കാട് ശിഹാബ് തങ്ങളായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബഹുവന്യരായ പാണക്കാട് ശിഹാബ് തങ്ങൾ മംഗലാപുരത്തെ സുന്നി പള്ളിയുടെ മിഹ്റാബിൽ കാന്തപുരം ഉസ്താദ് നിർമ്മിക്കുന്ന പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് ആ പള്ളി ഉദ്ഘാടനം ചെയ്തു കൊടുത്തുകൊണ്ട് തന്റെ വഫാത്തിന്റെ മുമ്പ് മുസ്ലിം കൈരളിക്കും ഉമറാക്കൾക്കും നൽകിയ ഒരു ദാർശനികമായ ദിശാബോധമുണ്ട്. അതെന്താണ്? കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കാൻ പോകുന്നതും ഉണ്ടാക്കുന്നതുമായ പള്ളികളൊന്നും സാമുദായിക വിരുദ്ധമല്ല. കാന്തപുരം ഉസ്താദ് നിർമ്മിക്കുന്ന പള്ളികൾ അത് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതാണ്, അത് ഈ ലോകത്ത് നിലനിർത്തപ്പെടേണ്ടതാണ്. എല്ലാ ആളുകളും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ഈ കെ സുന്നികൾ അവർ വിശ്വസിക്കുന്നു പാണക്കാട്ട് തങ്ങൾ കറാമത്തുള്ള തങ്ങളാണെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, പാണക്കാട് തങ്ങൾ അറിഞ്ഞിരിക്കും കാന്തപുരം ഉസ്താദ് ഭാവിയിൽ ഇവിടെ 40 കോടി പള്ളി ഉണ്ടാക്കും. ആ പള്ളിയിൽ നിന്ന് മുസ്ലിം സമുദായം പുറംതിരിഞ്ഞു നിൽക്കാൻ പാടില്ല. അന്ന് അത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ലോകത്ത് ജീവിച്ചിരിക്കുകയില്ല. അതുകൊണ്ട് ആ പള്ളി പോലെയുള്ള മുഴുവൻ കാന്തപുരം ഉസ്താദിന്റെയും നിർമ്മാണാത്മകമായ പദ്ധതികൾക്ക് മുസ്ലിം കൈരളി പിന്തുണ നൽകണമെന്ന് സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ വഫാത്തായി പോയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇതൊരു നല്ല സാഹചര്യമാണ്, ഇത് സമുദായത്തിന് ഗുണകരമായ മാറ്റങ്ങളാണ്. പക്ഷേ ഈ മാറ്റങ്ങൾ ലോകത്ത് നടന്നാൽ അത് പലർക്കും ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും. ആർക്കാണ് നഷ്ടങ്ങൾ ഉണ്ടാക്കുക? സ്വന്തമായ അഡ്രസ്സിൽ നേതാവായ ആളുകൾക്ക് ഭയപ്പെടാനില്ല. സ്വന്തമായ അറിവുള്ളത് കൊണ്ട് സമുദായത്തിൽ പണ്ഡിതരായി മാറിയവർക്ക് ഭയപ്പെടാനില്ല. അതേ സമയത്ത് കുച്ചുളിവിലൂടെ സമുദായത്തിൽ അഡ്രസ് നേടിയ ആളുകൾ, ഞാൻ ഓർക്കുകയാണ്, കരിപ്പൂര് ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ
മുസ്ലിം സാമുദായിക രാഷ്ട്രീയ രംഗത്ത് നേതാവെന്ന നിലക്ക് പാണക്കാട് തങ്ങൾ സ്റ്റേജിലുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പ്രതിനിധീകരിച്ച് ശൈഖുന കാന്തപുരം ഉസ്താദ് തൊട്ടടുത്തുണ്ട്. പിന്നെ കണ്ണേറ് തട്ടാതിരിക്കാൻ ചില ഇതര അവാന്തര വിഭാഗങ്ങളിൽ ആളുകളൊക്കെ ബേക്കിലെ കസേലയിലുമുണ്ട്. പക്ഷേ കരിപ്പൂർ എന്ന് പറയുന്നത് കൊണ്ടോട്ടിയെടുത്ത ആ കൊണ്ടോട്ടിന്ന് കൂക്ക കേൾക്കണ കരിപ്പൂരിൽ നടന്ന പ്രൗഢമായ പരിപാടിയിൽ അഖില ലോക മദ്രസയുടെയും പള്ളിയുടെയും അവകാശപ്പെടുന്ന പണ്ഡിത സഭയുടെ സെക്രട്ടറിക്ക് കസാല കിട്ടിയില്ല. ഇതാണ് കാരണം. പാണക്കാട് തങ്ങന്മാരും കാന്തപുരം ഉസ്താദും ഒന്നിച്ചിരുന്നാൽ അമ്മിക്കുട്ടി വെള്ളത്ത് പോയതുപോലെ ഒരു നുര പോലുമില്ലാതെ അഡ്രസ് ഇല്ലാതെയായി പോകുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിൽ ഈ തർക്കങ്ങൾ എന്നും നിലനിർത്തിക്കൊണ്ടിരിക്കണം. അതിനുള്ള ശ്രമമാണ് അവരിങ്ങനെയുള്ള ആരോപണങ്ങളിലൂടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാരോപണം കഴിഞ്ഞാൽ അവർ വീണ്ടും പ്രത്യക്ഷപ്പെടും പത്രക്കാരുടെ മുമ്പിൽ മറ്റൊരാരോപണവുമായി. എന്തേ കാരണം? ഈ കല്ലെറിയലൂടെയല്ലാതെ അവർക്കൊരിക്കലും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. അമ്പലക്കടവിലെയൊക്കെയുള്ള മൂല്യമാര് ഏഷ്യാനെറ്റിന്റെ ചാനൽ റിപ്പോർട്ടർമാരെ കാണുന്നത് തന്നെ കാന്തപുരം ഉസ്താദ് 40 കോടിയുടെ പള്ളി പ്രഖ്യാപിച്ച ശേഷമാണ്. അല്ലെങ്കിൽ ചാനലുകാർക്ക് ഇവരെയും അറിയില്ല, ഇവർക്ക് ചാനലുകാരെയും അറിയില്ല. ഇങ്ങനെ പ്രശസ്തരെ കല്ലെറിഞ്ഞു കുപ്രസിദ്ധി നേടുന്ന കറുത്ത ഹൃദയമല്ലാതെ ഇവരുടെ കൈവശം മറ്റൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. ഇതിന്റെ പേരിൽ അത് നമ്മുടെ പൂക്കോട്ടൂർക്കാരനായൊരു സാധു പറയുന്നുണ്ട്. ആ മൂല്യര് പറയുന്ന എന്താണ്? ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ കാലത്ത് ഐക്യം നടന്നില്ല. നടക്കാത്തതിന്റെ കാരണം എന്താണ്? ചില ആളുകൾ സമ്മതിച്ചില്ല. ഒരു കാലത്ത് പാണക്കാട് തങ്ങൾ എറണാകുളത്തെ AP ഉസ്താദിന്റെ സമ്മേളനത്തിൽ പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് കാന്തപുരം ഉസ്താദ് സംഘടിപ്പിച്ച എറണാകുളം നബിദിന സമ്മേളനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു പാണക്കാട് തങ്ങൾ. തങ്ങൾ പാപ്പ കാര്യം ബോധ്യപ്പെടുന്നയാളാണ്. വസ്തുതകളെ മനസ്സിലാക്കി 20 കൊല്ലക്കാലം കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് സമുദായത്തോട് പാണക്കാട് തങ്ങൾ തന്റെ സമ്മതത്തിലൂടെ പഠിപ്പിച്ചത് എന്താ? പോകാം, കാന്തപുരം ഉസ്താദിന്റെ പരിപാടികൾക്ക് പോകാം. പക്ഷേ അന്ന് തങ്ങളെ പോകരുത് എന്ന് പറഞ്ഞ് പിന്നാലെ കൂടാനായിരുന്നു ചില അനുയായികൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അന്നത് നടന്നില്ല. ശംസുൽ ഉലമയുടെ കാലത്ത് ഐക്യശ്രമങ്ങൾ നടന്നു. ശംസുൽ ഉലമയും കാന്തപുരം ഉസ്താദും വാനോളം ആ യോജിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്തു. പക്ഷേ ചില ആളുകളുടെ ഇടപെടൽ അവിടെയും തടസ്സം നിന്നു. പക്ഷേ ഈ പൂക്കോട്ടൂരുകാരൻ പറയാണ്, അവസാനം മാനോലിയരും മരിച്ചു. മാനോലിയരും മരിച്ചപ്പോഴാണ് ചിലർക്ക് ഐക്യം തോന്നിയത്. അല്ല, ഐക്യം മുമ്പേ തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ സാധു ഏട്ടിലുമില്ല പാട്ടിലുമില്ല. ഇപ്പുറത്തും അയാൾ പത്രം വായിക്കണ കൂട്ടത്തിലല്ല, അപ്പുറത്തും അല്ല. പക്ഷെ അപ്പുറത്ത് എത്തിയപ്പോഴാണ് ഇപ്പൊ 2 ചന്ദ്രികന്റെയിലും വായിക്കാൻ തുടങ്ങിയത്. ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അയാൾ പറയാണ് അങ്ങനെ ആ മാനോലിയാരും കൂടി മരിച്ചപ്പോ ചില ആളുകൾക്ക് തോന്നുകയാണ് ഇപ്പൊ ഈ കാട്ടുക്കണ് വന്നാല് ഇവിടെ രാജാവാകാന്ന്. ഏതാണ് ആ കാട്? ചേളാരി സമസ്തനെ പറ്റിയാണ് ആ കാട് എന്ന് പറയുന്നത്. നമ്മളാരും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇയാള് പറയാ ഈ കാട്ടുക്കണ് വന്നാൽ ഇപ്പൊ ഇവിടെ രാജാവാകാന്നാ ചിലരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇപ്പോ ഈ ഐക്യവുമായി വരുന്നത് എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോ ഈ കാട്ടിലെ രാജാവ് ഞങ്ങൾ മുറിമൂക്കന്മാരായാ മതി. കാന്തപുരം ഉസ്താദ് അത്യാവശ്യം പൂർണ്ണ മൂക്കും ചിന്തിയുള്ള ആളാ. അദ്ദേഹം വന്നാ പിന്നെ കസാല പരതും തെറിക്കും. ഇപ്പോ സംഗതി ചെറുശ്ശേരി ഉസ്താദ് സെക്രട്ടറി, പക്ഷേ പിൻ സീറ്റ് ഡ്രൈവിംഗ് ഇഞ്ഞപ്പോലത്തെ കുറച്ച് ആളുകളും ആയാ പിന്നെ ഇവിടെ മുറിമൂക്കന്മാരെ ഭരണം നടക്കും. ഇൻഷാ അല്ലാഹ് മുറിമൂക്കന്മാരെ ഭരണത്തിലേക്കും വിവരക്കേടിലേക്കും ഞാൻ വരുന്നുണ്ട്. അയാൾ പറയണം ഈ കാട്ടിൽ വന്ന ഇപ്പൻ രാജാവാകാം. അപ്പൊ മുഴുവൻ രാജാവാകാൻ പറ്റൂല, അവിടെ എല്ലാം അർത്ഥം. ഇവിടെ ഞാനൊക്കെ രാജാവായാൽ മതി, ആരും ഇങ്ങോട്ട് വരണ്ട. വന്നാ പിന്നെ എന്റെ രാജാവ് സ്ഥാനം കിട്ടൂല, പലരുടേതും കിട്ടൂല. അതാണ് ഐക്യത്തിന് ഞങ്ങൾ എതിര് നിൽക്കാൻ കാരണം എന്നല്ല അയാൾ പറയുന്നതെങ്കിലും അതിന്റെ മഫ്ഹൂം മുഖാലഫ് അങ്ങനെയായി മലയാളികൾക്ക് മനസ്സിലാക്കാം. അവസാനം മഹാനാകുന്ന KT മാനു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരും കൂടി ഇവിടെ പറഞ്ഞപ്പോ ഞാൻ ഐക്യായ തിരക്കുള്ള ഈ കാട്ടുകട കയറി ചെന്നാൽ ഞാൻ തന്നെയായിരിക്കും രാജാവ് എന്ന് പലരും മനസ്സിലാക്കി പോയിട്ടുണ്ട്. ഈ കാട്ടിലേക്ക് ഇറങ്ങി ചെന്നാൽ ഇനി ഞാൻ തന്നെയായിരിക്കും രാജാവ് പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട AP ഉസ്താദ് സമസ്തയൊക്കെ പാടെ ഒന്നായിട്ട് അങ്ങോട്ടാണ് ചെന്നാ പിന്നെ ഉസ്താദിനെ കണ്ട എല്ലാവരും നീച്ചുക്കുന്ന ഉറപ്പല്ലേ? പിന്നെ ഉസ്താദ് ഇരുന്ന കശാലേന്റെ ബാക്കിയുള്ളിലെ 39 ആൾ ഇരിക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാ. അപ്പോ പിന്നുള്ള ആളത്തെ പാപ്പിയാണ്. ആ പാപ്പി ഇരുന്നിട്ടല്ലേ ബാക്കിയുള്ളവർ ഇരിക്കുള്ളൂ. അപ്പോ ഈ ഒരു സാഹചര്യം, അതുകൊണ്ട് ഒരിക്കലും യോജിപ്പ് നടക്കാൻ പാടില്ല, ഒരിക്കലും ഐക്യം നടക്കാൻ പാടില്ല.
അങ്ങനെ സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, ഈ യോജിപ്പുകളെ മുസ്ലിം കൈരളി സന്തോഷത്തോടുകൂടെ കാണുമ്പോ ഈ മൗലാനമാർ അതിന് പാരവെക്കുകയാണ്. പാണക്കാട് തങ്ങളും എ പി ഉസ്താദും ഒന്നിച്ചിരിക്കുന്നത് കണ്ടേ, രാഷ്ട്രീയത്തിന്റെ പേരിലല്ല ഞാൻ പറയുന്നത്. ഈ വയതിൽ ആ വൈക്കൊന്നും ആരും കൂട്ടി വായിക്കേണ്ടതുമില്ല. ഞാൻ പറയുന്നത് സമുദായത്തിലെ രണ്ടു നേതാക്കൾ, വിശ്വാസമുള്ള രണ്ട് നേതാക്കൾ തമ്മിൽ കണ്ടുകൂടാത്ത സാഹചര്യത്തിൽ നിന്നു മാറി. ആ രംഗം കണ്ട് സമുദായത്തിൽ ഒരുപാട് ഉമ്മമാർ സന്തോഷിച്ചു. പഠിച്ചവനെ വലിയ മോൻ പാണക്കാട് തങ്ങളെ കൂടെയാണ്, രണ്ടാമത്തെ മോൻ എ പി ഉസ്താദിന്റെ കൂടെയാണ്. എന്റെ വീട്ടിലെ പ്രശ്നം ഇനിയെങ്കിലും അവസാനിക്കുമല്ലോ. ഈ ഒരു നല്ല ധാരണ വെച്ച് മുസ്ലിം സമുദായം സന്തോഷിച്ചു. സമുദായത്തിലെ മാന്യന്മാരും പ്രമുഖന്മാരും ഉമറാക്കളും സന്തോഷിച്ചു. ആ യോജിപ്പിനെ എല്ലാവരും ഏറ്റെടുത്തു. പക്ഷേ ചില ആളുകൾക്ക് കാട്ടിലെ രാജാവാകാൻ പറ്റുമായിരുന്നില്ല. ആ രാജാവ് സ്ഥാനത്തിന് വേണ്ടി ഇതിനു പാരവെക്കുക. അങ്ങനെ ഇയാൾ തന്നെ പറയാണ്, ഇപ്പോ രണ്ടാളുകൾ അങ്ങനെ ഫോട്ടോത്തിൽ ഒന്നിച്ചിരുന്നു എന്ന് കരുതി അവിടെ മാനസികമായ യോജിപ്പൊന്നും ഉണ്ടാവില്ല. ഒന്നിച്ചൊരു ഫോട്ടോയിൽ വന്നു എന്നുള്ളത് അത് മാനസിക ഐക്യമല്ല. അതേ സമയത്ത് ഇവിടെ കൂടിയ സമസ്തയുടെ പ്രവർത്തകന്മാർ മുഴുവനും സമ്മതിക്കുന്ന കാര്യം എന്താണ്? മഹാനാകുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗത്ഭനാകുന്ന പണ്ഡിതനാണ്, പ്രഗത്ഭനാകുന്ന വലിയാണ്, സംശയമില്ല. ഞങ്ങൾക്ക് അതിൽ സംശയിക്കണ്ടിയും തർക്കിക്കണ്ടിയും കാര്യമില്ല. പാണക്കാട് തങ്ങളെ അള്ള വലിയാക്കി വിചാരിച്ച് ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വരാല്ല. പക്ഷെ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അന്ന് പാണക്കാട് തങ്ങൾ പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്ര കനപ്പെട്ട വലിയും പണ്ഡിതനുമായ പാണക്കാട് തങ്ങളെ ഒരു കൊല്ലന്നേലും നിങ്ങളെ മുഷാവറിയിൽ മെമ്പറാക്കാഞ്ഞത് എന്തേ? പാണക്കാട് തങ്ങൾ മുഷാവറിൽ വന്ന അവിടെയും രാജാവ് സ്ഥാനം നഷ്ടപ്പെടും. പാണക്കാട് തങ്ങളും എ പി ഉസ്താദ് ഒന്നിച്ചാ പിന്നെ രാജാക്കന്മാരുണ്ടാവില്ല, മുറിമൂക്കന്മാർക്ക് രാജാവാകാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ, ഇത്ര കനപ്പെട്ടൊരു തങ്ങളെ, വലിയും ആലിമുമായ തങ്ങളെ മരിക്കണീന്റെ ഇടക്ക് ഒരു കൊല്ലന്നേലും ആ മുഷാവറിലൊന്നും മെമ്പറാക്കി കൂടായിരുന്നോ? ഇതൊക്കെ തങ്ങൾ പാപ്പാന്റെ അനുയായികളെ വികാരപ്പെടുത്തി സമുദായത്തിൽ അനൈക്യം സൃഷ്ടിക്കാനുള്ള വാചക കസർത്തുകളാണ്. പിന്നെ അയാൾ പറയാണ് ഒന്നിച്ചിരുന്ന് എന്ന് കരുതി ഐക്യണ്ടാവൂല. ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ ഈ 20 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എന്തേ ഈ ഒന്നിച്ചിരിക്കൽ ഉണ്ടാകാതെ പോയത്? ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ടാൽ കാന്തപുരണ്ടെങ്കിൽ ഞാൻ രാവിലെ വരാന്ന് പറഞ്ഞൊരു നിലപാടിൽ നിന്നും മാറിയില്ലേ? അത് മനസ്സുകൊണ്ട് അടുത്തതിന്റെ ലക്ഷണമല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നമ്മൾ തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട തങ്ങന്മാർ മാത്രമല്ല സുന്നത്തിയമായത്തിന്റെ വിശ്വാസികൾ, കാന്തപുരം ഉസ്താദിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശൈഖുന ഞങ്ങൾക്ക് തുറന്ന മനസ്സാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഈ യോജിപ്പിനെ മനസ്സറിഞ്ഞേറ്റെടുക്കുന്ന നിലപാട്. അതുകൊണ്ടാണ് ആ സന്തോഷദായകമായ നിമിഷങ്ങൾ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർ ലോകത്താകെ പ്രചരിപ്പിച്ചു. പാണക്കാട് തങ്ങളും എ പി ഉസ്താദ് ഒന്നിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അതുണ്ടായിരുന്നില്ല, കുറെയൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന വഴിയിൽ അത് പ്രചരിപ്പിച്ചു. ഈ മൂല്യർക്ക് അതും പറ്റണില്ല. അയാൾ അതിനും കാസറ്റ് വരിക എന്നല്ല, ഒരു ഫോട്ടോ ചാലിയം ഹജ്ജ് ക്യാമ്പിലായാലും വേണ്ടില്ല, ഏത് ഹജ്ജ് ഹൗസിലായാലും വേണ്ടില്ല, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കൂടെ ഒരു ഫോട്ടോ കിട്ടിയാൽ അതുപോലും സ്വന്തം അനുയായികൾ ഇവിടെ ബ്ലൂടൂത്ത് വഴി ഇവിടെ പാസ് ചെയ്തുകൊണ്ട് അഭിമാനം കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ അഭിമാനം കൊണ്ടതല്ല, കാന്തപുരം ഉസ്താദിന്റെ കൂടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും വേദി പങ്കിട്ടിട്ടുണ്ട്. ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും കാന്തപുരം ഉസ്താദിന്റെ നന്മകൾ കാലങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞതാണ്. ആ നന്മകൾക്ക് പണ്ടേ പിന്തുണ നൽകേണ്ട ചില മുസ്ലിം നേതാക്കളെങ്കിലും അക്കാലത്ത് പുറംതിരിഞ്ഞു എന്നു മാത്രമല്ല മസിൽ പിടുത്തം നടത്തി. അതിൽ നിന്ന് മഞ്ഞുരുക്കങ്ങളുണ്ടായി. അത് സമുദായത്തിന് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ സമുദായം അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈ മൂലേരെ വയല് നടക്കും. ഇയാൾക്ക് ഈ തോന്നിയ സംഭരിച്ചിലല്ലാതെ വല്ല നല്ല ആയത്തൊതിസോതി സുന്നത്തിയമായത്തിന്റെ എതിരാളികളെ ഗണ്ണിക്കാൻ കഴിയൂലല്ലോ, അല്ലെങ്കിൽ ഒരു ആഖിറത്തിന്റെ വയലറിയാൻ കഴിയൂലല്ലോ. അപ്പൊ ഈ ഗീബത്തും നമീമത്തും നിലനിൽക്കണം സമുദായത്തിൽ. അതുകൊണ്ട് ശംസുൽ ഉലമയുടെ പേരിലും ഇ കെ ഉസ്താദിന്റെ പേരിലും ഈ തോന്നിവാസം നാട്ടിൽ നടക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നത്. അതിനെന്ത് വേണം? അതിന് ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഈ ഐക്യത്തിനെതിരെ നിൽക്കണോല് എന്താ ചെയ്യാറ്? നിങ്ങള് ഐക്യത്തിനെതിരെ നിൽക്കണോല് പുതിയ ഓരോ കരാറ് കൊണ്ടുവരും. ഏത് കരാറ്? അത് ഈ നാട്ടിലെ കരാറായിക്കൊള്ളുന്നില്ല, കുവൈത്ത് കരാറായാലും മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ കുവൈത്ത് കരാർ എടുത്തിടണം അയാൾ. എന്തിന് ഈ ഐക്യം മുടക്കാൻ? സമയത്ത് പിന്നെ ഈ വിരുദ്ധമായി ചില ആളുകൾ പ്രവർത്തിച്ചിട്ട് അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രദ്ധിക്കും. അവർ കുഴപ്പമുണ്ടാക്കാൻ ശ്രദ്ധിക്കുമ്പോൾ അവർ പഴയ കരാറുകൾ പുറത്തേക്ക് കൊണ്ടുവരും.
അത് കേരളത്തിലെ കരാറായിക്കോളുന്നില്ല, കുവൈത്തിലെ കരാറായാലും മതി. എന്നിട്ട് അയാൾ കുവൈത്ത് കരാർ വിശദീകരിക്കുകയാണ്. അപ്പൊ ഐക്യം മുടക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് പിന്നെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്ത് ചെയ്യണം? പഴയ കുറെ പരിപാടി പിന്നെ പുറത്തേക്ക് കൊണ്ടുവരണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രഗത്ഭരായ രണ്ട് ഗോത്രങ്ങളാണ് ഔസുകാരും ഖസ്റജുകാരും. പരസ്പരം കലഹം ചെയ്ത് കലാപം കൂട്ടി കാലങ്ങളോളം കടിച്ചുകൂട്ടിയ ഔസുകാരെയും ഖസ്റജുകാരെയും അള്ളാഹുവിന്റെ ഹബീബ് ഇസ്ലാമിന്റെ പാർശ്വത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടുകയാണ്. അൻസാറുകൾ എന്ന സൗവർത്തിത്വത്തിന്റെ സ്നേഹത്തിന്റെ അപരനാമം കൊണ്ട് ചരിത്രത്തിൽ അവർക്ക് സ്ഥാനം കൊടുക്കുകയാണ്. ആ മദീനയിലെ കവലകൾ അൻസാറുകളുടെ ഐക്യം കൊണ്ട് സമ്പന്നമായപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാർക്കത് ബോധ്യപ്പെടാൻ പ്രയാസമുണ്ടായി. ജൂതന്മാർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ജൂത പ്രമാണി ശാസുബിന് കൈസ, ഒരു ശാസുബിന് കൈസ് എന്ന ചെറുപ്പക്കാരനെ ജൂത പ്രമാണി പറഞ്ഞയക്കുകയാണ്. എവിടേക്കാണ് പറഞ്ഞയക്കുന്നത്? അൻസാറുകൾ സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സദസ്സിൽ ചെന്നുകൊണ്ട് പഴയകാലത്ത് അൻസാറുകളാകുന്ന ഔസുകാരും ഖസ്റജുകാരും യുദ്ധവേളകളിൽ പരസ്പരം പഴിചാരിത്തെറി പറഞ്ഞ് എഴുതിയ പാട്ടുകളെയും പരാമർശങ്ങളെയും ആ സഭയിലേക്ക് എടുത്തിട്ടുകൊണ്ട് അവരെ രണ്ടുപേരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ ജൂതൻ പഴയകാല കഥ പറഞ്ഞു കൊടുക്കാൻ ഈ ചെറുപ്പക്കാരനെ പറഞ്ഞു വിടുകയാണ്. അൻസാറുകളുടെ ഇടയിൽ ചെന്നുകൊണ്ട് ഔസുകാർക്കെതിരെ ഖസ്റജുകാർ പറഞ്ഞത്, ഖസ്റജുകാർക്കെതിരെ ഔസുകാർ പറഞ്ഞത് ആ സഭയിൽ എടുത്തിടുന്നു. മനുഷ്യ സഹജമായ വികാരത്തിന് സ്വഭാവത്തടിമപ്പെടുകയാണ്. പരസ്പരമുള്ള കലഹത്തിന്റെ വക്കിലെത്തിയപ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന് വിവരം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആ സദസ്സിലേക്ക് ഓടിയെത്തുകയാണ്. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീആ. അല്ലയോ അൻസാറുകളെ, കലഹത്തിന്റെ തീപാറുന്ന പോർവിളികളുമായി മദീനയുടെ കവലകള് കലാപകലുഷിതമാക്കിയ നിങ്ങളെ നരകത്തിന്റെ കവാടങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന ആ സ്നേഹത്തിന്റെയും സന്ദേശത്തിന്റെയും വില മനസ്സിലാക്കണമെന്ന ദിശാബോധം നൽകുകയാണ്. അവർ യോജിക്കുകയാണ്, അവരൈക്യപ്പെടുകയാണ്. പക്ഷേ ഈ ആ ശൈലിയാണ് ഇന്ന് ഇത്തരം കക്ഷികൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ മൗലാന തന്നെ പറയാം, ഇയാൾ എന്താ പറയണത്? അങ്ങനെ പഴയ കരാർ എടുത്തിടും എന്ന് പറഞ്ഞിട്ട് അതേ പ്രസംഗത്തിൽ ഇയാൾ പിന്നെന്ത് ചെയ്യാണ്? പാണക്കാട് തങ്ങൾ വഫാത്തായപ്പോ പാണക്കാട് തങ്ങളെ AP ഉസ്താദ് സന്ദർശിക്കാൻ പോയിനെയാണ് പിന്നെ ആക്ഷേപിക്കണേ. എങ്ങനെയാണ് ആക്ഷേപിക്കണത്? പഠിച്ചോനെ, വഫാത്തായപ്പോഴെങ്കിലും തമ്മിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഒരു മഹലിലെ മുസ്ലിയാരെ, ആ മഹലിലെ രണ്ട് വീടുകൾ തമ്മിൽ തർക്കം, കാലങ്ങളായി അവർ തമ്മിൽ പിണങ്ങിയിട്ട് അതിലൊരു വീട്ടുകാരൻ മരിച്ചു. മൂലയിൽ വിളിച്ചിട്ട് എന്താ പറയണ്ടത്? മരിക്കോളങ്ങളും ഉണ്ടിയില്ല. മരിച്ച ആ മയ്യത്തസ്കാരത്തിലൊന്നും പങ്കെടുത്ത് ദ്വാരന്ന് പോകാനല്ലേ വിവരമുള്ളവര് പറഞ്ഞു കൊടുക്കണ്ടേ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വഫാത്തായപ്പോ AP ഉസ്താദ് ചെന്നതിനെ പറ്റി ഈ ആശാൻ പറയുന്നത് മരിക്കോളം കുറ്റം പറഞ്ഞു നടന്നതാ. എന്നിട്ട് മരിച്ചപ്പോഴോ പത്രക്കാരെപ്പോഴാ വരിക എന്നൊക്കെ നോക്കിയിട്ടാണ് അവിടെ ചെന്നത്. ഇയാൾക്ക് വിളിച്ചു ചോദിച്ചതാ, ഉസ്താദ് എപ്പോഴാണ് പേപ്പറുകാർ വരിക, എപ്പോഴാ സംഗതി എന്താ? ഒരു സദസ്സിൽ ചെന്ന പത്രക്കാർ വന്ന് വോട്ട് എടുക്കും. അപ്പൊ പത്രക്കാർ ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ച ആൾക്കാരെ ഓൽക്കാരെ ആരെ കണ്ണുമൂറ വോട്ടിട്ട് പെടേണ്ടത്, ഓല അങ്ങനെ ഫോട്ടോ എടുക്കുള്ളൂ. അതിനെ ഈ സാധു ഈ ജാതി തോന്നിയാസം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പാണക്കാട് തങ്ങൾ പാപ വഫാത്തായ അതിന്റെ അന്ത്യകർമ്മങ്ങളിൽ കാന്തപുരം ഉസ്താദ് നിറഞ്ഞു നിൽക്കുകയാണ്. കൊണ്ടോട്ടിത്തെ ഉസ്താദിനെ കാണാനല്ല. അതെന്താ കാരണം? അത് AP ഉസ്താദിന്റെ കുഴപ്പമില്ലല്ലോ, അത് മറ്റേ ഉസ്താദ് ഒന്ന് ചോദിച്ചണം, നിങ്ങൾ എങ്ങനെയാ ഉസ്താദ് അതൊക്കെ ചെയ്യണത്, നിങ്ങൾ എങ്ങനെയാ സമൂഹം എങ്ങനെ ബഹുമാനിക്കണം? അതിനല്ല ഞങ്ങൾ ഈ മസ്ലഹത്ത് അറിയണേ. ഞങ്ങളെ ഉസ്താദുമാര് ലയനം വേണ്ട, നിങ്ങൾക്ക് രാജാവാകണ പ്രയാസം വേണ്ട, എന്നാലോ നിങ്ങളൊരു തമ്മിൽ ചോദിച്ചു പഠിക്കാനൊക്കെ പറ്റിയ കോലത്തിലാണെങ്കിൽ നേർക്ക് നേരെ ആ സനതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഇത് ഈ മൊബൈൽ കൂടെ വിളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? തമ്മിൽ കാണാൻ പറ്റാത്തതുകൊണ്ടല്ലേ? അതിനാണ് പണ്ടേ ഉസ്താദുങ്ങളൊന്ന് എരുത്ത് വരാൻ പറ്റിയ കോലത്തിലാകണം എന്നുള്ള നിലയ്ക്ക് ഈ മസ്ലഹത്തിന് വേണ്ടി ശ്രമിക്കണേ. അന്ന് എതിര് നിന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്കേ, ഇയാള് പറയാണ് കുറ്റം പറഞ്ഞ് നടന്നുകാണ്ട് പിന്നെ എന്ത് ചെയ്തു? മരിച്ചപ്പം വന്നു. അതിന് അൽഹംദുലില്ലാ പറയാണ് വിശ്വാസികൾ ചെയ്യണ്ടേ. തങ്ങൾ ഹയാത്തുള്ള കാലഘട്ടത്തിൽ അവരെ ധാരാളം വിമർശിച്ചു. വഫാത്തായി കഴിഞ്ഞപ്പോഴോ നേരത്തെ കാലത്ത് വരാൻ എപ്പോഴാ തിരക്കില്ലാത്ത നേരം, എപ്പോഴാ പത്രക്കാരുടെ നേരം, എപ്പോഴാ ഫോട്ടോഗ്രാഫർമാരുടെ നേരം, ആ നേരം നോക്കിയിട്ട് ശിഹാബ് തങ്ങൾ ജനാസ സന്ദർശിക്കാനും ഫോട്ടോ പിടിക്കാനും പത്രത്തിൽ കൊടുക്കാനും ഒക്കെ തയ്യാറായി. ആരാണ് ഈ പറയുന്നത്?
മരിക്കോളം നന്നാകാതെ മരിച്ചിട്ട് നന്നായാൽ അത് കുഴപ്പാണോ? എന്നങ്ങൾ ആലോചിക്കുക. ഈ സാധു ശംസുല്ലമ വഫാത്താകോളം നമ്മളെ കൂട്ടത്തില്ല. ശംസുല്ലമ വഫാത്താകോളം AP സുന്യാൾ ഇപ്പൊ ശംസുല്ലമനെ തെറി പറയാന്നാണല്ലോ ഇയാളൊക്കെ പറയുന്നേ. ശംസുല്ലമ വഫാത്താകോളം നമ്മളെ കൂടെ, വഫാത്തായിന്റെ ശേഷമാണ് പിന്നെ EK സുന്യാണ്. കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നവരെ നമ്മളെ കൂടെ. അവരും വഫാത്താവുമ്പോഴെങ്കിലും AP ഉസ്താദിന് ചെല്ലാൻ കൂടിയാണ്. ഈ സാധുവിന് അവിടെയും പോകാൻ കഴിഞ്ഞൂലെന്നാ ഞാൻ മനസ്സിലാക്കണേ. ഇനി പോയാലും പോയിട്ടില്ലെങ്കിലും നോക്കിങ്ങള് മരിച്ചിന്റെ ശേഷം നന്നായതേ. അപ്പൊ മരിച്ചിന്റെ ശേഷം നന്നാകാൻ പറ്റൂലേ? വിഷയം അതല്ല. ഈ ഒരു യോജിപ്പുണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്ത് ചെയ്യാൻ കഴിയില്ല, രാജാവാകാൻ കഴിയില്ല. അതിനെന്ത് വേണം? അതിന് പഴയ കാലത്ത് ഒരുപാട് കഥകൾ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ നേതാക്കന്മാര് തമ്മിലുണ്ടായിരുന്ന അനൈക്യങ്ങളെ കുറിച്ച് സഹോദരന്മാരെ തമ്മു പറഞ്ഞിട്ട് എന്താക്കണം? പ്രശ്നാക്കണം. അതിഞ്ഞ് നോക്കിക്കോളിങ്ങള്. ഇനി മുസ്ലിം സമുദായത്തിലെ നേതാക്കൾ യോജിപ്പിന് വേണ്ടി ഇറങ്ങി. മുസ്ലിം സമുദായത്തിലെ മുസ്ലിം ലീഗിലെ രാഷ്ട്രീയ നേതാക്കൾ എന്ത് ചെയ്തു? യോജിപ്പിനിറങ്ങി. അല്ലാത്ത രാഷ്ട്രീയക്കാരൊക്കെ പണ്ടേ യോജിപ്പ് ആഗ്രഹിച്ചോലാണ്. അതുകൊണ്ടാണ് ഓല കാര്യം പ്രത്യേകിച്ച് പറയാത്തത്. അവരൊക്കെ പണ്ടേത് നന്നാകണം. AP ഉസ്താദിന്റെ കൂട്ടർ അങ്ങനെ കുഴിച്ചു മൂടൊന്നും വേണ്ട. ഓലും നന്നാകട്ടെ, ഓലും വേദറിയട്ടെ, ഓൽക്കും കിട്ടട്ടെ പെർമിറ്റ്, ഓൽക്ക് ഒട്ടിച്ചട്ടെ നോട്ടീസ് എന്നൊക്കെ ചിന്തിച്ച രാഷ്ട്രീയക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ. പക്ഷേ ഇവരിൽ ചിലരെങ്കിലും അടുത്ത കാലത്ത് എന്ത് ചെയ്തു? ഒന്ന് നന്നാകണം എന്നൊക്കെ തോന്നി. അങ്ങനെ നന്നാകണം എന്ന് തോന്നുമ്പോ അതിന് സപ്പോർട്ട് ചെയ്യല്ലേ ബഹുമാന്യരായ അഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നാട്ടിൽ ബഹുമാനപ്പെട്ട കാന്തപുരം മഹല്ലിലെ പള്ളി പുനർനിർമ്മാണം നടക്കുകയാണ്. പള്ളി പുനർനിർമ്മാണം ആകാൻ നോക്കിയപ്പോ ഒരു പള്ളി കിട്ടണം. അതിനിപ്പോ ഏത് മൂലേരെടുത്താ പോണ്ടിയത്? അറബിയിൽ വർത്താനം പറയാൻ വെക്കണ മൂലേരെടുത്ത് പോകണം. അത് പാരുള്ളത്? അത് കാന്തപുരത്തെ ഉസ്താദ് തന്നെയേ ഉള്ളൂ. അങ്ങനെ കാന്തപുരം മഹല്ലിലെ ബഹുമാന്യരായ ഉമറാക്കൾ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. ഞങ്ങളെ നാട്ടിലൊരു പള്ളിയുണ്ട്, അത് കുനൂത്തോതുന്ന പള്ളിയാണ്, അറബിയിൽ ഖുത്ബോതുന്ന പള്ളിയാണ്. പക്ഷെ ആ പള്ളി ഒന്ന് പുനർനിർമ്മിക്കണം. അത് ചേലാരി സിലബസിലാണ്. ഉസ്താദ് പറഞ്ഞു, ഖുത്ബ അറബിയിലല്ലേ? ഓക്കെ. ഖുനൂത്ത് ഓതുന്നില്ലേ സുബൈക്ക്? അതെ. കൂട്ടുപ്രാർത്ഥന നടക്കണില്ലേ? അതന്നെയാണ് ദീന്. ഞാൻ നിർമ്മിച്ചു തരാം. ആ പള്ളി ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പൊ എന്തില്ല? ബഹുമാന്യരായി അഹമ്മദ് സാഹിബ് ഉണ്ട്, കാന്തപുരം ഉസ്താദുണ്ട്, കൊണ്ടോട്ടി വൈക്കുള്ള ആരുമില്ല. അതാ ഞാൻ പറഞ്ഞത് രാജാവാകാൻ കഴിയണില്ല. EK വിഭാഗത്തിന്റെ പള്ളി ഉദ്ഘാടനം നടക്കുമ്പോ അവിടെ വേളറിയല്ല ഉസ്താദ് ആര്? കാന്തപുരം ഉസ്താദ്. സാമുദായിക നേതാക്കളായിട്ട് വരുന്നത് ആര്? ബഹുമാന്യരായ പിന്നെ അഹമ്മദ് സാഹിബ് ഉണ്ട്, സീമോയിൻകുട്ടിയുണ്ട്, അതുപോലെ നമ്മുടെ കൊടുവള്ളിയിലെ റഹീം സാഹിബ് ഉണ്ട്. ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും ഉമറാക്കളുണ്ട്. മറ്റേ മൂല്യരെ കാണാനല്ല. എന്താ കാരണം? സഹോദരന്മാരെ, ഇതാണ് പ്രശ്നം. അതിങ്ങനെ സമുദായത്തിൽ നിലനിൽക്കണമെങ്കിൽ അനുയായികൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ഇങ്ങനെ എല്ലാ കാലത്തും എടുത്തിടണം. അത് ഏതായാലും വേണ്ടില്ല. ഇപ്പോൾ എടുത്തിട്ട വിവാദങ്ങളൊക്കെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന വിവാദമല്ലേ? പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം എത്തിരിയുള്ളവരങ്ങള് പണ്ടൊരു അമ്മായിമ പറഞ്ഞു, ഞങ്ങളെ നാട്ടിലേക്ക് മകനാണ് മരിച്ചാലും വേണ്ടില്ല, മരോളൊന്ന് കരയട്ടെ. ഈ നിലപാടാണ്. ആഖിറാണ് നശിച്ചാലും വേണ്ടില്ല, കാന്തപുരം ഉസ്താദ് ഒന്നാണ് നശിച്ചു കിട്ടിയാൽ മതി. ഈ ഒരു ചിന്ത ചില മൂല്യന്മാരെ പിടികൂടിയ എന്താ കാട്ടുക? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങനെ ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് അവിടെ വെച്ചുകൊണ്ട് യോജിപ്പിന് വേണ്ടി പ്രസംഗിക്കുകയാണ്. നമ്മൾ കൂട്ടായി നിൽക്കണം, നമ്മൾ ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് മുന്നേറണം, ഒന്നിച്ച് ചിന്തിക്കണം. ഞങ്ങളുടെ ശത്രു ആരാണെന്ന് വെച്ചാൽ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് ശൈഥല്യം ഉണ്ടാക്കുന്നവരാരാണോ അവരാണ് ശത്രുക്കൾ. അവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അവരെയാണ് നിർവഹിക്കേണ്ടത്. മുസ്ലിം അപ്പൊ അവരെയാണ് കണ്ടെത്തേണ്ടത്. അവരാരാന്ന് തിരിയാൻ റേഷൻ ഷാപ്പിൽ നിന്ന് അരി വാങ്ങാൻ ഒറ്റ പണി ചെയ്താൽ മതി. വേറൊരു വിശദീകരണം അതിന്റെ ആവശ്യമല്ല. ആരാണ് ഈ ഐക്യത്തിന് എതിര് നിൽക്കുന്നത്? ഐക്യത്തിനെതിരെ നിൽക്കുന്ന സ്വഭാവം എന്താണ്? പഴയ കരാറൊക്കെ എടുത്തിടുക എന്നുള്ളതാണ്. ഈ നേതാക്കൾ ഐക്യവുമായി രംഗപ്രവേശനം ചെയ്തപ്പോ പഴയ കഥകളുമായി കടന്നു വന്നവരായിരുന്നു ഈ 3-4 മുസ്ലിംമാര്. അതിന്റെ ഭാഗമായി ഞങ്ങളെ ആ വൈക്കുണ്ട് ഒരു ഖുർആൻ വയലിന്റെ മൂലയെ. അയാളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഉസ്താദുമാര് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദൊക്കെ ആണ് വയല് പറഞ്ഞാല് ഏത് പാറക്കല്ലും കരഞ്ഞു പോകും. ഇത് പാറം വെച്ചോണ്ടുള്ള സൗണ്ടേറ്റ് ഈ തെറിയും തോന്നിവാസം ഖുർആന്റെ പേരിൽ പറഞ്ഞാ എങ്ങനെയാ മനുഷ്യന്റെ കൽബിൽ വല്ല മാറ്റം ഉണ്ടാകുമോ? അപ്പോ സ്വാഭാവികമായും സുന്നികളൊക്കെ ഒന്നായാ പിന്നെ പള്ളി ഉദ്ഘാടനത്തിന് വേലറിയാനോ മക്കാമുറൂസിന് വേലറിയാനും പേരോട് ഉസ്താദിനെ തന്നെ ആൾക്കാർ വിളിക്കുള്ളൂ. അപ്പൊ പിന്നെ ഈ ഖുർആൻ ക്ലാസ് വെറുതെ ആവൂലേ? അപ്പൊ എന്ത് വേണം? ഐക്യം മുടങ്ങണം. അപ്പോ കേരളത്തിൽ ഇങ്ങനെ ഐക്യത്തിന്റെ വർത്താനം പറഞ്ഞപ്പോ മൂല്യര് പറയാ, അങ്ങനെയൊന്നും ഐക്യം പത്രക്കാരുണ്ടാക്കാൻ പാടില്ല, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം. ഐക്യത്തെക്കുറിച്ചുള്ള കോലാഹലങ്ങൾ പത്രങ്ങൾ ആവശ്യമില്ലാതെ ഊതി വീർപ്പിച്ച്
അവസരത്തിലും അനവസരത്തിലും അത് ദുരുപയോഗം ചെയ്ത് സമൂഹത്തെ തിരിച്ചറിയാത്ത വിധത്തിൽ ആക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചർച്ച ചെയ്തു. എന്താ ചർച്ച ചെയ്യാനുള്ളത്? പഴയ കാലത്തുള്ള കരാറ്, പഴയ കാലത്ത് അങ്ങോട്ട് പറഞ്ഞത്, പഴയ കാലം ഇങ്ങോട്ട് പറഞ്ഞത്, ഈ പണി ചർച്ച ചെയ്യുക. അങ്ങനെ ചർച്ച ചെയ്താൽ പിന്നെ മസ്ലഹത്ത് എവിടെയെങ്കിലും നടക്കുമെങ്കിലൊന്ന് ആലോചിച്ചു. രണ്ടാള് തമ്മിൽ തല്ലുകൂടി തെറ്റി. ഈ രണ്ടാളുകളെ നന്നാക്കാൻ നിൽക്കുമ്പോ ഇജ്ജാ ജയിച്ച ഇബനാ ജയിച്ചെന്നുള്ള ചർച്ചയ്ക്ക് പോയാലേ പിന്നെ ഒരു രണ്ടാളും തമ്മിൽ നന്നാകുമോ? അപ്പൊ നന്നാകാതെക്കണം. അതിനെന്ത് വേണം? ഒന്ന് ആലോചിക്കണം. എന്താ മൂമിനികൾ നന്നാവണോട് ഇത്ര ആലോചിക്കാനുള്ള സംഗതി? അൽഹംദുലില്ലാ എന്ന് പറയല്ലാതെ അങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ മൂപ്പരെന്താ പറയുന്നത്? പഴയ കാലത്തെ കഥയാണ്. 89 ആരാ പ്രസിഡന്റ് ആക്കിയതെന്ന് കുഞ്ഞാപ്പൂന്റെ വേള അയാൾ പറയുന്നത്. കുറിച്ച് എന്തിനാണ് ആവശ്യമില്ലാതെ ഇന്ന് സംസാരിക്കുന്നത്? ആരാണ് ഇവിടെ അനൈക്യം ഉണ്ടാക്കിയത്? ഈ അനൈക്യം 988 തുടങ്ങിയത് എന്നത് ശുദ്ധമായ വിഡിത്തമാണ്. ഈ അനൈക്യം തുടങ്ങിയത് 1966 ആദ്യത്തെ അനൈക്യം അഖിലയാണ്. അതുണ്ടാക്കിയത് AP അബൂബക്കർ മുസ്ലിയാരാണ്. ആ തർക്കത്തേക്ക് പോയാൽ പിന്നെ ഐക്യം നടക്കുമോ? നമ്മൾ പറയില്ലേ അനൈക്യം ഉണ്ടാക്കിയത് അപ്പുറത്താന്ന്, ഇവര് പറയും നമ്മളാന്ന്. ആ തർക്കം വീണ്ടും എന്ത് ചെയ്യാണ്? പഴയ സ്വഭാവത്തേക്ക് പോവുകയാണ്. ഇതിനിറങ്ങിയ ഉമറാക്കളൊക്കെ വയലാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ, യോജിപ്പിന്റെയും ഒന്നിക്കുന്നതിന്റെയും സാഹചര്യങ്ങൾ സംജാതമായി കഴിഞ്ഞാൽ അതിനെതിരെ പാര വെക്കുക. എന്നിട്ട് അയാൾ പറഞ്ഞ് അവസാനം പറയണ എന്താ ഞങ്ങള്? അയാള് പറയാണ് എന്ത്? ഈ യോജിപ്പേ, ആ യോജിപ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവസാനം ഇയാൾക്ക് കിട്ടിയ എന്താ നിങ്ങള്? ഈ ഐക്യത്തെ കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞല്ലോ, ആലോചിച്ചിട്ട് അയാൾക്ക് കിട്ടിയ മസാല അയാൾ പറഞ്ഞു തരും, കേട്ടോളി. അനൈക്യമുണ്ടാക്കിയവനാണ് AP അബൂബക്കർ മുസ്ലിയാർ. അയാളുടെ മുല അകത്തിലല്ല കഴുത്തിലാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം. അയാളുടെ മുല അകത്തിലല്ല, അത് കഴുത്തിലാണ്. അതിന് 1000 കൊല്ലം തൂങ്ങിയാലും ഒരു തുള്ളി പാല് കിട്ടില്ല എന്ന യാഥാർത്ഥ്യം മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം. അങ്ങനെ ഐക്യത്തെ കുറിച്ച് ആലോചിച്ച് അവസാനം അയാൾക്ക് കിട്ടിയത് അവിടുന്ന് പാലിട്ടൂലെന്നാ. ഇങ്ങനെ ഒരാൾ പരിശോധിക്കാൻ പാടുണ്ടോ? ഒന്നു മുറിയണ കോലത്തിലേക്ക്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഈ യോജിപ്പ് സമുദായത്തിൽ ഗുണം നടക്കാൻ പാടില്ല. എന്താണ് ഇതിന്റെ കാരണം? അതിന്റെ കാരണം എന്താണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അൽ ഹസദു യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബാ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അസൂയയുടെ ഒരു നാമ്പ് മുള പൊട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ നന്മ കാണൂല. അപരനെ നശിപ്പിക്കുക എന്ന അജണ്ടയല്ലാതെ സ്വയം നന്നാകാനുള്ള അവസരം അവന് ഒരിക്കലും ലഭിക്കുകയില്ല. കാന്തപുരം ഉസ്താദ് എന്ന ഒരു വ്യക്തിയുടെ വളർച്ചയും ഉയർച്ചയും ബഹുമാനവും, ആ ബഹുമാനത്തോട് സമരസപ്പെട്ടുകൊണ്ടും യോജിച്ചുകൊണ്ടും പോകുക എന്നുള്ളത് മനസ്സിന് സമ്മതമല്ല. അത് കാന്തപുരം ഉസ്താദിനോട് മാത്രമല്ല കേട്ടോ. ആ സമസ്തയിൽ ഇപ്പോൾ നിലവിലുള്ള രാജാക്കന്മാരെക്കാളും കുറച്ചൊക്കെ ഒരു പവർ ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആര് ആ സമസ്തയിൽ വന്നാലും ബല് വെച്ച് ഉറപ്പിക്കൂല. ആ കാട്ടിലെ രാജാക്കന്മാര് അവിടുന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നശിപ്പിച്ചു വിടും. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അസ്ഗരി തങ്ങൾ പാപ്പ അത്യാവശ്യമൊക്കെ അറബി അറിയുന്ന ഒരു തങ്ങളാണ്, വലിയൊരു മഹത്തായ കബീലയിൽപ്പെട്ട തങ്ങളാണ്. അതിന്റെ ഒക്കെ പുറമെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വഫാത്താവുമ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ശംസുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് ശംസുൽ ഉലമ പ്രസിഡന്റ് സ്ഥാനത്ത് നേരിട്ടിരുത്തിയ തങ്ങൾ പാപ്പയാണ് അസേരി തങ്ങൾ പാപ്പ. പക്ഷേ തങ്ങൾ പാപ്പാനെ പ്രസിഡന്റായി വെച്ചത് മുതൽക്ക് തന്നെ എന്ത് ചെയ്തു? ചില ആളുകൾക്കൊക്കെ എന്ത് ചെയ്തു? നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ഈ പ്രശ്നം തുടങ്ങി, അസൂയ. ഈ അസൂയന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, അസൂയക്കൊരു സ്വഭാവം ഉണ്ട്. അതെന്താ? പണ്ട് ഞങ്ങളെ നാട്ടിലൊരു ചങ്ങായി ആയിരുന്നു, പഠിച്ചവനെ ആജിയരാക്കാനെ പോലെ എന്നെ ഒന്ന് ഉസാറാക്കിക്കൊണ്ടാണ്. 2 ദിവസമൊക്കെ അങ്ങനെ ആയിരുന്നു, പ്രത്യേകിച്ച് മട്ടൊന്നും കണ്ടില്ല. 3ാമത്തെ ദിവസം ആ ദ്വയൊന്നാണ് മാറ്റി വെച്ചു. എങ്ങനെയാ മാറ്റി? പഠിച്ചവനെ ആജിയരാക്കാനെ പോലെ എന്നെ ആക്കണില്ലെങ്കിൽ എന്നെ പോലെ ആജിയരാക്കാൻ ആക്കിക്കൊണ്ടെന്നാലും ഒന്ന് സോം പോലെ കടന്നുറങ്ങി. ഇനി വിഷയം അതാണ്. കാന്തപുരം ഉസ്താദിനെ പോലെ എഞ്ഞ ആക്കണില്ലെങ്കിൽ ഇഞ്ഞ പോലെ ആ ഉസ്താദിനോട് ആക്കിക്കൊണ്ട് എന്റെ ഓട്ടോറിക്ഷ ആ ഉസ്താദിനും. അതിന്റെ അപ്പുറത്ത് ഇത് അസൂയക്കുള്ളൊരു പൊതു സ്വഭാവമാണ്. അസ്ഗരി തങ്ങൾ പാപ്പ പറയാ, ശംസുൽ ഉലമ എന്നെ സമസ്തിയിൽ കൊണ്ടുവരുമ്പം തന്നെ എന്തുണ്ട്? അവർക്ക് ഒരുപാട് പ്രശ്നമുണ്ട്.
വഖ്തഫു ഫീ ഖുലൂബിഹിമുൽ ഹസദ വമറദൽ ജഹിലി വന്നിഫാഖി വൽ ഖിയാന. പട്ടിക്കാട് ജാമിയ നൂരിയയുടെ സമ്മേളന സുവനീറാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ പട്ടിക്കാട് ജാമിയ നൂരിയ ആരാ? ബഹുമാന്യരായ EK വിഭാഗം നേതാക്കളുടെ കയ്യിലുള്ളതാണ്. ആ ലേഖനത്തിൽ അന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായ അസ്ഗരിത്തങ്ങൾ പാപ്പ സ്വന്തം സമസ്തയെ പറ്റി എഴുതുകയാണ്. ഞാൻ പറയുന്നത് ഇബൽ ഈ മസാല പറയുമ്പോ ഒന്ന് ആലോചിച്ചോണം. എല്ലാവരും ഒരുപോലെ മസാല അറിയണത് നോക്കരുത്. ഇബൽ മസാല പറയുന്നത് കുയിന്തുകൊണ്ടാണോ അതോ ഇസ്ലാം കൊണ്ടാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കണം. അതിനാ ഞാൻ ഈ ആമുഖം പറയുന്നത്. ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളെ ചമ്പ്രയിലും നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ നിങ്ങൾ നോക്ക്, ഇവിടെ അയാൾ പറയാണ് എന്നെ ശംസുൽ ഉലമ പ്രസിഡന്റ് ആക്കിയപ്പോ തന്നെ ചിലർക്ക് അത് പറ്റിയിട്ടില്ല. കാരണം എന്താ? തങ്ങൾ പാപ്പ രാജാവാകുമോ എന്നുള്ള ബേജാറ്. അവസാനം എന്തു ചെയ്തു? എന്തായിരുന്നു അവരുടെ കൽബിലുണ്ടായിരുന്നത്? ശംസുൽ ഉലമയുടെ കൂടെ നിന്നിരുന്ന കാലത്ത് തന്നെ ആ മുശാവറയിലെ മെമ്പർമാരെ അവസ്ഥ പറയാണ് ഇയാൾ. എന്താണ് പറയുന്നത്? അവരുടെ കൽബിൽ അസൂയയാണ്, വമറദൽ ജഹിലി വിവരക്കേടാണ്, വന്നിഫാഖി കാപഢ്യമാണ്. സ്വന്തം സമസ്തനെ പറ്റി അസ്ഹരി തങ്ങൾ പാപ്പ പറഞ്ഞത് അത് ജമിയത്തുൽ ഉലമയല്ല മുനാഫിക്കീനാന്ന് മൂപ്പര വക. ഞമ്മക്ക് അങ്ങനെ അഭിപ്രായമല്ല. നമ്മളത് പറയാനും അയക്കൂല. അവരൊക്കെ മൂമിനീങ്ങളാണ്. പക്ഷെ കുറച്ച് അസദ് കൽബിലുണ്ട് എന്ന് മാത്രം. അപ്പോ നിങ്ങൾ നോക്ക്, ഈ ഒരു തകരാർ, ആ അസൂയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെതിരെ എല്ലാ സ്ഥലത്തും ഇവർ പ്രയോഗിച്ചു. ആരോടാ അസൂയ വെച്ചത്? അസ്ഹരി തങ്ങൾ പാപ്പാനോ. ആരാ അസ്ഹരി തങ്ങൾ പാപ്പ? അസ്ഹരി തങ്ങൾ പാപ്പ ചില്ലറക്കാരനല്ല, ശംസുൽ ഉലമ പ്രസിഡന്റ് ആക്കിയാളാ. ശംസുൽ ഉലമ നേരിട്ട് പ്രസിഡന്റ് ആക്കണ്ട, ശംസുൽ ഉലമ ഇശാറത്ത് കൊടുത്താൽ തന്നെ ആക്ക് ബഹുമാനം കിട്ടും. അങ്ങനെയാണ് ചെറുശ്ശേരി സൈനിധി മൂലർക്ക് ബഹുമാനം കിട്ടിയെന്നാണ് പൂക്കോട്ടൂരുത്ത മൗലാന പറയുന്നത്. അയാൾ പറയാ 60ാം വാർഷിക സമ്മേളനത്തിൽ ശംസുൽ ഉലമ പ്രസംഗിച്ചൊക്കെ കേട്ടിട്ടില്ല നിങ്ങള്. സദസ്സിനോട് ചോദിച്ചാൽ മൂപ്പര് കേട്ടക്കൂല, മൂപ്പര് അന്ന് പുറത്തല്ലേ.